കേൾക്കാമോ? കേൾക്കാം മിസ്സേ, ഓക്കെയാണ്. ഓക്കെ 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 നമ്മുടെ ഇന്നത്തെ ചാപ്റ്റർ ഓക്കെ നമ്മുടെ ഇന്നത്തെ ചാപ്റ്റർ അക്കൗണ്ട്സ് ഫ്രം ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഓക്കെ കുര്യാക്കോസ്. അപ്പൊ നമ്മുടെ അക്കൗണ്ട്സ് ഫ്രം ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന അക്കൗണ്ട്സ് എന്ന് പറയുന്നത് ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് ആണ്. അതായത് ഒരു ട്രാൻസാക്ഷൻ നടന്നാൽ അതിന് രണ്ട് എഫക്റ്റ് ഉണ്ട്. അതാണ് ഡബിൾ എൻട്രി സിസ്റ്റം എന്ന് ഉദ്ദേശിക്കുന്നത്. പക്ഷെ അക്കൗണ്ട്സ് ഫ്രം ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് സിംഗിൾ എൻട്രി സിസ്റ്റം ആണ് ഉപയോഗിക്കുന്നത്. അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞ ഒരു ട്രാൻസാക്ഷന് ബോത്ത് എഫക്റ്റ് ഉണ്ടാവും. അതായത് ഒന്ന് ഡെബിറ്റ് എഫക്റ്റ് ഉണ്ടാവും, ക്രെഡിറ്റ് എഫക്റ്റ് ഉണ്ടാവും. പക്ഷെ നമ്മൾക്ക് സിംഗിൾ എൻട്രി സിസ്റ്റത്തിലാണെങ്കിൽ ഒരു എഫക്റ്റ് മാത്രമേ വരുന്നുള്ളൂ. Then a system of bookkeeping in which as a rule only records of cash and personal accounts are maintained. അതായത് ഈ സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ നമ്മൾ സിസ്റ്റം ഓഫ് ബുക്ക് കീപ്പിംഗില് ഒള്ളി റെക്കോർഡിങ് എന്താണ് റെക്കോർഡ് ചെയ്യുന്നത് എന്തുമാത്രമാണ്, ഒന്ന് ക്യാഷും പേഴ്സണൽ അക്കൗണ്ട്സും മാത്രമേ റെക്കോർഡ് ചെയ്യുന്നുള്ളൂ. അത് മാത്രമേ അവര് മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ളൂ സിംഗിൾ എൻട്രി സിസ്റ്റത്തില്. ഇറ്റ് ഈസ് ഓൾവേസ് ഇൻകംപ്ലീറ്റ് ഡബിൾ എൻട്രി വേരിങ് വിത്ത് സർക്കംസ്റ്റാൻസസ്. എന്താണ് ഡബിൾ എൻട്രി വെച്ച് നോക്കുമ്പോൾ എന്താണ് ഇത് എപ്പോഴും എന്താണ് ഇൻകംപ്ലീറ്റ് ആണ്. ഈ സിസ്റ്റത്തിനെയാണ് നമ്മൾ സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് നമ്മൾ അക്കൗണ്ട്സ് കീപ്പ് ചെയ്യുമ്പോൾ, അതായത് ഏതെങ്കിലും ഒരു സ്ഥാപനം അക്കൗണ്ട്സ് കീപ്പ് ചെയ്യുമ്പോൾ അവർ യൂസ് ചെയ്യുന്നത് സിംഗിൾ എൻട്രി സിസ്റ്റം ആണ് എങ്കിൽ ആ സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ ക്യാഷ് അക്കൗണ്ടും പേഴ്സണൽ അക്കൗണ്ട്സും മാത്രമേ മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ളൂ. ഇതിന്റെ ഫീച്ചേഴ്സ് suitability. This system is suitable for small business such as sole trader, partnership firm. ഇങ്ങനെ പറയുന്ന രണ്ട് ഫോമുകൾക്ക്, അതായത് സോൾ ട്രേഡേഴ്സിനും പാർട്ണർഷിപ്പ് ഫോംസിനും ഒക്കെയാണ് മെയിൻ ആയിട്ടും ഈ സിംഗിൾ എൻട്രി സിസ്റ്റം യൂസ് ചെയ്യുന്നത്. അതായത് ഇവർക്കാണ് കൂടുതൽ സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. പിന്നെ ലിമിറ്റഡ് കമ്പനീസ് അവർക്ക് എന്താണ് ഒരിക്കലും സിംഗിൾ എൻട്രി സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കുക. എന്താണ് കാരണം, അവർക്ക് ഡബിൾ എൻട്രി സിസ്റ്റം തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം. കാരണം അവർക്ക് ഒരുപാട് ലീഗൽ പ്രൊവിഷൻസ് ഒക്കെ ഉള്ളത് കൊണ്ട് ലിമിറ്റഡ് കമ്പനീസിന് എന്ത് ചെയ്യണം, ഡബിൾ എൻട്രി സിസ്റ്റം ഫോളോ ചെയ്യണം. ദെൻ പ്രിപ്പറേഷൻ ഓഫ് ക്യാഷ് ബുക്ക്. എന്താണ് ക്യാഷ് ബുക്ക് പ്രിപ്പയർഡ് ഇൻ ദി സിസ്റ്റം ഇൻ വിച്ച് ഇസ് ബിസിനസ് ആസ് വെൽ ആസ് പ്രൈവറ്റ് ട്രാൻസാക്ഷൻസ് ആർ മിക്സ്ഡ് അപ്പ്. അതായത് ഇവരുടെ ഈ അക്കൗണ്ട്സ് ഫ്രം ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സിലാണെങ്കിൽ ഏതൊരു ബിസിനസ് സ്ഥാപനമാണോ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത് അവരുടെ ക്യാഷ് ബുക്കിന്റെ ഉള്ളിൽ എന്താണ് പ്രൈവറ്റ് ട്രാൻസാക്ഷനും മിക്സ് ചെയ്യുക. അതായത് ബിസിനസ് ട്രാൻസാക്ഷന്റെ കൂടെ പ്രൈവറ്റ് ട്രാൻസാക്ഷനും മിക്സപ്പ് ചെയ്തിട്ടാണ് അവർ ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യുന്നത്. പ്രിപ്പറേഷൻ ഓഫ് പേഴ്സണൽ അക്കൗണ്ട്സ്. നോർമലി അണ്ടർ ദിസ് സിസ്റ്റം only പേഴ്സണൽ അക്കൗണ്ട്സ് ആർ പ്രിപ്പയർഡ് ആൻഡ് റിയൽ ആൻഡ് നോമിനൽ അക്കൗണ്ട്സ് ആർ അവോയ്ഡഡ്. എന്താണ് നമ്മൾ ആദ്യം പഠിച്ചത്, എന്താണ് റിയൽ അക്കൗണ്ടും നോമിനൽ അക്കൗണ്ടും പഠിച്ചു. അതായത് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റ് നമ്മൾ പഠിച്ചു. ഓക്കെ, പക്ഷെ നമ്മൾ എന്താണ് ഈ സിസ്റ്റത്തിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് പേഴ്സണൽ അക്കൗണ്ട്സ് ആണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇവിടെ റിയൽ അക്കൗണ്ടും ഇല്ല, നോമിനൽ അക്കൗണ്ടും ഇല്ല. No uniformity. This system may differ from firm to firm because same principles are not followed by all enterprises. അതായത് ഇപ്പൊ ഈ സിസ്റ്റം ആണ് ഫോളോ ചെയ്യുന്നത്, സിംഗിൾ എൻട്രി സിസ്റ്റം ആണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ ഒരു ഫേമിന്റെ അക്കൗണ്ട്സ് എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മറ്റൊരു ഫേമിന്റെ വെച്ച് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും ഒരേപോലെ ആയിരിക്കില്ല, ഒരേ സിസ്റ്റം ആയിരിക്കില്ല അവർ ഫോളോ ചെയ്തിട്ടുണ്ടാവുക. കാരണം എന്താണ്, അതിന് പ്രത്യേകിച്ച് പ്രിൻസിപ്പിൾസ് ഒന്നും പറയുന്നില്ല. ഇന്ന രീതിയിൽ ഫോളോ ചെയ്യണമെന്നും ഒന്നും പറഞ്ഞിട്ടില്ല. ഏത് രീതിയിലാണ് അവർക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ആ രീതിയിൽ തന്നെയായിരിക്കും ഫോളോ ചെയ്യുന്നത്. Procurement of original vouchers. Usually under this system we have to depend on originally vouchers for collecting the necessary informations. എന്താണ് ആവശ്യമുള്ള ഇൻഫർമേഷൻസ് നമുക്ക് കളക്ട് ചെയ്യണമെങ്കിൽ ഈ സിസ്റ്റത്തിൽ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് വൗച്ചേഴ്സിനെ ആയിരിക്കും. ഒരിക്കലും അക്കൗണ്ട്സിനെ ആയിരിക്കില്ല കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത്, വൗച്ചേഴ്സിനെ ആയിരിക്കും.
then preparation of final accounts. ഇതിൽ ഫൈനൽ അക്കൗണ്ട്സ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യണേന്ന് വെച്ചാൽ in the absence of all normal and real accounts, the final accounts cannot be prepared easily. നോർമൽ അക്കൗണ്ടോ അല്ലെങ്കിൽ റിയൽ അക്കൗണ്ടോ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന അത്ര ഈസി ആയിരിക്കില്ല. ഇറ്റ് ഈസ് പോസിബിൾ ആഫ്റ്റർ കൺവേർട്ടിംഗ് ദ അവൈലബിൾ ഇൻഫർമേഷൻ ടു ഡബിൾ എൻട്രി സിസ്റ്റം ആൻഡ് മിസ്സിംഗ് എമൗണ്ട്സ് ആർ ഡിറ്റർമൈൻഡ്. അതായത് ഈ സിസ്റ്റത്തിൽ നമുക്ക് ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ സിംഗിൾ എൻട്രി സിസ്റ്റത്തിലെ ഇൻഫർമേഷനെ നമ്മൾ ഡബിൾ എൻട്രി സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്യണം. കൺവേർട്ട് ചെയ്തതിന് ശേഷം നമുക്ക് എന്തെങ്കിലും മിസ്സായിട്ടുള്ള എമൗണ്ട് ഉണ്ടെങ്കിൽ ആ മിസ്സിംഗ് എമൗണ്ടിനെ നമ്മൾ ഡിറ്റക്ട് ചെയ്യണം. അത് കിട്ടിയതിന് ശേഷമാണ് നമുക്ക് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. പറയുന്നത് ശ്രദ്ധിക്കുക. അതായത് നമുക്ക് ഇതിൽ ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന സിംഗിൾ എൻട്രി സിസ്റ്റത്തിലെ ഇൻഫർമേഷനെ നമ്മൾ എന്ത് ചെയ്യണം, ഡബിൾ എൻട്രി സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്യണം. ആ കൺവേർട്ട് ചെയ്തതിന് ശേഷം നമുക്ക് അതിൽ നിന്ന് എന്തെങ്കിലും മിസ്സിംഗ് ആയിട്ടുണ്ടെങ്കിൽ ആ മിസ്സിംഗ് ഇൻഫർമേഷൻ നമ്മൾ എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ചതിന് ശേഷമാണ് നമ്മൾ ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത്, അതായത് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. The amount of all asset and liabilities can also be computed from incomplete records. എന്താണ് ഇതിൽ നമുക്ക് എല്ലാ അസറ്റും എല്ലാ ലയബിലിറ്റീസും ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സിൽ നിന്ന് കമ്പ്യൂട്ട് ചെയ്തെടുക്കാൻ പറ്റും. ബട്ട് ദേ ആർ ബേസ്ഡ് ഓൺ എസ്റ്റിമേറ്റ്സ്. പക്ഷെ നമുക്ക് എന്താണ് അതിൽ നിന്നുള്ള എസ്റ്റിമേറ്റഡ് ആയിട്ടുള്ള വാല്യൂ വെച്ചിട്ടായിരിക്കും നമുക്ക് അസറ്റിന്റെ ലയബിലിറ്റിയുടെ വാല്യൂ കൺസിഡർ ചെയ്യുന്നത്. That is the reason the statement of assets and liabilities prepared under this system at the end of the accounting period is called a statement of affairs instead of balance sheet. നമ്മൾ ഈ സിസ്റ്റത്തില് നമ്മൾ ബാലൻസ് ഷീറ്റിന് പകരമായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒന്നാണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ എന്ന് പറയുന്നത് എസ്റ്റിമേറ്റഡ് വാല്യൂവിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഫൈനൽ അക്കൗണ്ടിന്റെ ബാലൻസ് ഷീറ്റിന് പകരം പ്രിപ്പയർ ചെയ്യുന്നതാണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ ഇതിന്റെ യൂസസ്, ഈ സിംഗിൾ എൻട്രി സിസ്റ്റത്തിന്റെ യൂസസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് വളരെ സിമ്പിൾ മെത്തേഡാണ് സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് നമുക്ക് നമ്മുടെ ബിസിനസ് ട്രാൻസാക്ഷൻ ഒക്കെ നമുക്ക് റെക്കോർഡ് ചെയ്യുന്നതിന് വെച്ചാൽ വളരെ സിമ്പിൾ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. less expensive. It is less expensive when it is compared to double entry system of bookkeeping. എന്താണ് നമ്മൾ ഡബിൾ എൻട്രി സിസ്റ്റം ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സിംഗിൾ എൻട്രി സിസ്റ്റം വളരെ ചെലവ് കുറഞ്ഞതാണ്. സ്യൂട്ടബിൾ ഫോർ സ്മോൾ കൺസേൺസ് എന്ന് എന്താണ് നാം പറഞ്ഞു, എന്താണ് ചെറിയ ചെറിയ ബിസിനസ് കൺസേണിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളതാണ് സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത്. നോ നീഡ് ഓഫ് നോളജ് ഓഫ് പ്രിൻസിപ്പിൾസ് ഓഫ് ബുക്ക് കീപ്പിംഗ്. എന്താണ് പ്രിൻസിപ്പിൾസ് ഓഫ് ബുക്ക് കീപ്പിങ്ങിനെ കുറിച്ച് യാതൊരു നോളേജ് ഇല്ലെങ്കിലും നമുക്ക് എന്താണ് സിംഗിൾ എൻട്രി സിസ്റ്റം ഫോളോ ചെയ്യാം. അണ്ടർ സിംഗിൾ എൻട്രി സിസ്റ്റം അക്കൗണ്ടിംഗ് റെക്കോർഡ്സ് ക്യാൻ ബി ഈസിലി മെയിൻറ്റെയിൻ ആസ് ദെയർ മെയിൻ്റെനൻസ് ഡസ് നോട്ട് റിക്വയർ നോളജ് ഓഫ് പ്രിൻസിപ്പിൾസ്. എന്താണ് സിംഗിൾ എൻട്രി സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നമുക്ക് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇല്ല. ഈസി ടു അസർട്ടൈൻ പ്രോഫിറ്റ് ഓർ ലോസ്. എന്താണ് ascertainment of profit or loss in which easier to ascertain profit or loss proprietor has to compare the financial position of a business at the close of the accounting period which that at the beginning. എന്താണ് നമ്മുടെ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് അസർട്ടൈൻ ചെയ്യാൻ വളരെ ഈസിയാണ് ഈ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ബിഗിനിങ്ങിലെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ക്ലോസിങ്ങിലെ കമ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷെ ഈ സിംഗിൾ എൻട്രി സിസ്റ്റത്തിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. അരിത്തമെറ്റിക്കൽ ആക്യുറസി കാനോട്ട് ബി പ്രൂവ്ഡ്. എന്താണ് ഈ സിംഗിൾ എൻട്രി സിസ്റ്റത്തില് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നില്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് എന്താ അരിത്തമെറ്റിക്കൽ ആക്യുറസി പ്രൂവ് ചെയ്യാനോ ടെസ്റ്റ് ചെയ്യാനോ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ എന്താണ് ചാൻസസ് ഓഫ് എറർ, മിസ്റ്റേക്ക്, ഫ്രോഡ് റിമൈനിങ് അൺഡിറ്റക്റ്റഡ് ഹൈ. എന്താണ് എറർ വരാനുള്ള സാധ്യതയും അതുപോലെ തന്നെ ഫ്രോഡ് വരുന്ന സാധ്യതയൊക്കെ എന്താണ് വളരെ കൂടുതലായിരിക്കും. പക്ഷെ ഇതൊക്കെ കൂടുതലാണെങ്കിൽ തന്നെ ഇത് കണ്ടുപിടിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നോ കൺട്രോൾ ഓൺ അസറ്റ്സ്. അസറ്റിന്റെ മേൽ കൺട്രോൾ ഒന്നും വരുത്താൻ സാധിക്കില്ല. സിൻസ് അസറ്റ്സ് അക്കൗണ്ട് ആർ നോട്ട് മെയിൻറ്റെയിൻ. എന്താണ് നമ്മൾ അസറ്റ്സ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ എന്താണ് ഈ അസറ്റിന്റെ മേലുള്ള കൺട്രോൾ നമുക്ക് വളരെ ഡിഫിക്കൽട്ട് ആണ്. എന്താണ് ഈ അസറ്റിന്റെ മേലെ എന്തെങ്കിലും മിസ്അപ്രോപ്രിയേഷൻസ് ഒക്കെ വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് കണ്ടുപിടിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ സിംഗിൾ എൻട്രി സിസ്റ്റത്തിന് എന്താണ് നോ കൺട്രോൾ ഓൺ അസറ്റ്സ് ആണ്. ട്രൂ പ്രോഫിറ്റ് കനോട്ട് ബി നോൺ. എന്താണ് കറക്റ്റ് ആയിട്ടുള്ള പ്രോഫിറ്റ് നമുക്ക് കിട്ടില്ല.
ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നില്ലാത്തത് കൊണ്ട് തന്നെ കറക്റ്റ് പ്രോഫിറ്റ് ഏൺ ചെയ്യുന്ന അല്ലെങ്കിൽ ലോസ് എത്രയാണ് എന്നൊന്നും നമുക്ക് ഈ അക്കൗണ്ടിംഗ് പീരീഡിൽ അറിയാനായിട്ട് സാധിക്കില്ല. ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദി ബിസിനസ് കനോട്ട് ബി ജഡ്ജ്ഡ്. എന്താണ് നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിന് പകരം നമ്മൾ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് ആണ് പ്രിപ്പയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു അൺസാറ്റിസ്ഫാക്ടറി രീതിയിലാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അതായത് കറക്റ്റ് ആയിട്ടുള്ള ഒരു രീതിയിലല്ല നമ്മൾ ഫൈനൽ അക്കൗണ്ട്സ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന രീതിയിലല്ല സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാനായിട്ട് സാധിക്കില്ല. അതായത് കറക്റ്റ് നെറ്റ് അസറ്റ് എത്രയാണ് അല്ലെങ്കിൽ നെറ്റ് ലയബിലിറ്റി എത്രയാണെന്ന് കറക്റ്റ് ആയിട്ട് അറിയാനായിട്ട് സാധിക്കില്ല. നോ ഇന്റേണൽ ചെക്ക്. എന്താണ് ഇന്റേണൽ ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല. എന്താ the method gives enough room for errors and frauds. Besides, their detection is very difficult. എന്തെങ്കിലും എററോ എന്തെങ്കിലും ഫ്രോഡൊക്കെ വരുത്തിയിട്ടുണ്ടോ എന്നറിയാനായിട്ട് നമുക്ക് കണ്ടുപിടിക്കുക എന്നത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഇന്റേണൽ ചെക്ക് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. ഡിഫിക്കൽട്ട് ടു അസർട്ടൈൻ ദി ബിസിനസ് വാല്യൂ. എന്താണ് ബിസിനസ് വാല്യൂ അസർട്ടൈൻ ചെയ്യുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന അക്കൗണ്ട്സ് എല്ലാം ഇൻഅഡ്യൂക്കേറ്റ് ആയിരിക്കും, കറക്റ്റ് ആയിട്ടുള്ള രീതിയിലൊന്നും ആയിരിക്കില്ല, കറക്റ്റ് വാല്യൂ ഒന്നും ആയിരിക്കില്ല നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കുന്നത്. അങ്ങനെ വരുന്ന കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള അതായത് നമ്മുടെ ബിസിനസിന്റെ ഗുഡ്വിൽ എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ ബിസിനസിന്റെ വാല്യൂ എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇൻഅഡ്യൂക്കേറ്റ് ഫോർ പ്ലാനിങ് ആൻഡ് കൺട്രോൾ. എന്താണ് പ്ലാനിങ്ങും കൺട്രോളും ഒക്കെ എന്തായിരിക്കും ഇൻഅഡ്യൂക്കേറ്റ് ആയിരിക്കും. Accounting information supplied by the accounting records is inadequate for managerial planning and control. എന്താണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന അക്കൗണ്ട്സ് എന്ന് പറയുന്നത് ഇൻഅഡ്യൂക്കേറ്റ് ആയിട്ടുള്ള രീതിയിലാണ്, കറക്റ്റ് ആയിട്ടുള്ള വാല്യൂ വെച്ചിട്ടല്ല. അതുകൊണ്ട് തന്നെ മാനേജറിയൽ പ്ലാനിങ്ങിനോ കൺട്രോളിനോ ഒന്നും കറക്റ്റ് ആയിട്ടായിരിക്കില്ല, അതെല്ലാം ഇൻഅഡ്യൂക്കേറ്റ് ആയിട്ടുള്ള രീതിയിലായിരിക്കും നടക്കുക. ഇൻകംപ്ലീറ്റ് ആൻഡ് അൺസയന്റിഫിക് സിസ്റ്റം. എന്താണ് This system is incomplete and unscientific as both aspects of transaction are not recorded and no set rules are followed for recording them. എന്താണ് ഇത് ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള രീതിയിലായിരിക്കും, അല്ലെ അൺസയന്റിഫിക് ആയിട്ടുള്ള രീതിയിലായിരിക്കും ഈ ട്രാൻസാക്ഷൻ എല്ലാം റെക്കോർഡ് ചെയ്യുന്നത്. എല്ലാ ട്രാൻസാക്ഷനും കറക്റ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്യുന്നുമില്ല, അതുപോലെ തന്നെ ഒരു റൂൾ ഇതിന് ഫോളോ ചെയ്യുന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇതിലെ സിസ്റ്റം എന്ന് പറയുന്നത് ഇൻകംപ്ലീറ്റ് ആൻഡ് അൺസയന്റിഫിക് സിസ്റ്റം ആയിരിക്കും. കമ്പാരിറ്റീവ് സ്റ്റഡി ഈസ് ഡിഫിക്കൽട്ട്. അതായത് നമുക്കിപ്പോ ഈ വർഷത്തെ ഫിനാൻഷ്യൽ പൊസിഷൻ അല്ലെങ്കിൽ കറണ്ട് ഇയറിലെ പ്രീവിയസ് ഇയർ ആയിട്ട് കമ്പയർ ചെയ്യാനായിട്ടൊന്നും സാധിക്കില്ല. കാരണം എന്താ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആയിരിക്കും ബിസിനസ്സിൽ ഉണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ കമ്പാരിസൺ വളരെ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ നമുക്ക് ഈ ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സിൽ പ്രോഫിറ്റ് എങ്ങനെ അസർട്ടൈൻ ചെയ്യാമെന്ന് രണ്ട് രീതിയിലാണ് നമ്മൾ പ്രോഫിറ്റ് അസർട്ടൈൻ ചെയ്യുന്നത്. ഒന്ന് നെറ്റ്വർത്ത് മെത്തേഡ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡാണ് കൺവേർഷൻ മെത്തേഡ്. സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡ് അല്ലെങ്കിൽ നെറ്റ്വർക്ക് മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ് എ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഓൾ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. എന്താണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ എല്ലാ അസറ്റും ലയബിലിറ്റിയും കൂടെ ഉള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് എന്ന് പറയുന്നത്. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ എമൗണ്ട് ഓഫ് ദി ടു സൈഡ്സ് ആർ ടേക്കൺ ആസ് ക്യാപിറ്റൽ. ഈ അസറ്റ് അല്ലെങ്കിൽ ലയബിലിറ്റീസും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നതാണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. സോ താഴെ ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്, ക്യാപിറ്റൽ ഈക്വൽ ടു ടോട്ടൽ അസറ്റ്സ് മൈനസ് ടോട്ടൽ ലയബിലിറ്റീസ്. പിന്നെ ഇതിന് കുറച്ച് എന്താണ് രണ്ട് അഡ്ജസ്റ്റ്മെന്റുകൾ വരുന്നുണ്ട്. ഒന്ന് അഡ്ജസ്റ്റ്മെന്റ് ഫോർ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ്. പുതിയതായിട്ട് ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഒരു അഡ്ജസ്റ്റ്മെന്റ് വരുന്നുണ്ട്. ഡ്രോയിങ്സിന്റെ മുകളിലുള്ള അഡ്ജസ്റ്റ്മെന്റ് വരുന്നത് എന്താണ്, ഇഫ് എ പ്രൊപ്രൈറ്റർ ബോട്ട് ഇൻ സം അഡീഷണൽ ക്യാപിറ്റൽ ഡ്യൂറിംഗ് ദി ഇയർ ഇറ്റ് ഷുഡ് ബി ഡിഡക്റ്റഡ് ഫ്രം ദി ക്യാപിറ്റൽ അറ്റ് ദി എൻഡ്. അതായത് അഡീഷണൽ ആയിട്ട് ഈ കറണ്ട് ഇയറിൽ തന്നെ പ്രൊപ്രൈറ്റർ കുറച്ച് അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്നു. അഡീഷണൽ ആയിട്ട് ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിലവിൽ ക്ലോസിംഗ് ക്യാപിറ്റൽ എത്രയാണോ ആ ക്യാപിറ്റലിൽ നിന്ന് കുറച്ച് കാണിക്കുകയാണ് ചെയ്യേണ്ടത്. അഡ്ജസ്റ്റ്മെന്റ് ഫോർ ഡ്രോയിങ്സിനുള്ള അഡ്ജസ്റ്റ്മെന്റ് എന്താണെന്ന് വെച്ചാൽ ഡ്രോയിങ്സ് ഓഫ് ദി പ്രൊപ്രൈറ്റർ ഷുഡ് ബി ആഡഡ് ടു ദി ക്യാപിറ്റൽ അറ്റ് ദി എൻഡ് ഓഫ് ദി ക്യാപിറ്റലിന്റെ കൂടെ ഡ്രോയിങ്സ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യണം. ഹാഡ് ദ ഡ്രോയിങ്സ് നോട്ട് ബീൻ മെയ്ഡ് ദി ക്യാപിറ്റൽ അറ്റ് ദി ക്ലോസ് ഓഫ് ദി ഇയർ വുഡ് ഹാവ് ബീൻ ഹയർ. ഡ്രോയിങ്സ് അതിന്റെ കൂടെ ആഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ക്ലോസിംഗ് ക്യാപിറ്റൽ വളരെ കൂടുതലായിരിക്കും. അതിന്റെ ഒരു ഇക്വേഷൻ കാണിച്ചിട്ടുണ്ട്. കുര്യാക്കോസ് കയറിയോ? ഓക്കെ, സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് ഫോർ ദി ഇയർ എൻഡ്. ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായോ?
ഷിൻഡോ കുറച്ചൊക്കെ മനസ്സിലായി. ഏത് ഭാഗം മനസ്സിലാവാത്തെന്ന് പറയാമോ? പേജ് നമ്പർ കിട്ടിയായിരുന്നോ? 174. ഓക്കെ. ഇപ്പൊ പറഞ്ഞാൽ എന്താണ് അക്കൗണ്ട്സ് ഫ്രം ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് എന്താന്ന് മനസ്സിലായോ? ലതീഷയ്ക്ക് മനസ്സിലായോ? ശരിക്കും അങ്ങോട്ടില്ല, ഞാനിപ്പോ കേറിയുള്ളായിരുന്നു. ഓക്കെ. അതായത് അക്കൗണ്ട്സ് ഫ്രം ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ സാധാരണ സ്മോൾ ബിസിനസ് എന്റർപ്രൈസസിന് അല്ലെങ്കിൽ ചെറിയ ചെറിയ സ്ഥാപനങ്ങളൊക്കെ ഇല്ലേ, അവരൊക്കെ ഫോളോ ചെയ്യുന്നതാണ് സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത്. സാധാരണ നമ്മൾ കമ്പനീസ് ഒക്കെ ഫോളോ ചെയ്യുന്നത് ഡബിൾ എൻട്രി സിസ്റ്റം ആണ്. ചെറിയ കടക്കാരോ അങ്ങനെയുള്ളവരൊക്കെ സിംഗിൾ എൻട്രി സിസ്റ്റം അല്ലാതെ ഡബിൾ എൻട്രി സിസ്റ്റം ഫോളോ ചെയ്യുന്നവരും ഉണ്ട് കേട്ടോ. പക്ഷെ സിംഗിൾ എൻട്രി സിസ്റ്റം ആയതുകൊണ്ട് എന്താണ്, റെക്കോർഡ്സ് എല്ലാം വളരെ ഇൻകംപ്ലീറ്റ് ആയിരിക്കും. അതായത് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ അവരുടെ കയ്യിൽ ഉണ്ടായിരിക്കില്ല. അതായത് ട്രാൻസാക്ഷൻ നടത്തിയതിന്റെ കറക്റ്റ് ഒരു ഇൻഫർമേഷൻ അവരുടെ കയ്യിൽ ഉണ്ടായിരിക്കില്ല. അതാണ് അക്കൗണ്ട്സ് ഫ്രം ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇത് വെച്ചിട്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് എങ്ങനെ കണ്ടുപിടിക്കാം എന്നാണ് നമ്മളിപ്പോ പഠിക്കുന്നത്. അതായത് രണ്ട് മെത്തേഡ് ഉപയോഗിച്ച്, ഒന്ന് നെറ്റ് വർത്ത് മെത്തേഡ് ഉപയോഗിച്ചും ഒന്ന് കൺവേർഷൻ മെത്തേഡ് ഉപയോഗിച്ചുമാണ് മെയിൻ ആയിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതിൽ ഒന്നാമത്തെ മെത്തേഡ് നെറ്റ് വർത്ത് മെത്തേഡ്. ഈ നെറ്റ് വർത്ത് മെത്തേഡിലെ ഒരു ഇതാണ് നമ്മളിപ്പോ പറഞ്ഞത്. അതിൽ പേജ് നമ്പർ 177 ഒരു ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട്, നോക്കാമോ? കണ്ടോ? കണ്ടു. ഓക്കെ. അതില് സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് ഫോർ ദി ഇയർ എൻഡ്. ദെൻ അതിന്റെ ഒരു ഫോർമാറ്റ് ആണ് തന്നിരിക്കുന്നത്. ഫസ്റ്റ് കോളം പർട്ടിക്കുലേഴ്സ്, നെക്സ്റ്റ് കോളം എമൗണ്ട്. സോ ഫസ്റ്റ് ഐറ്റം എഴുതേണ്ട ഏതാണെന്ന് വെച്ചാൽ ക്യാപിറ്റൽ അറ്റ് ദി എൻഡ്. അതായത് കറണ്ട് ഇയറിന്റെ ലാസ്റ്റിൽ ക്യാപിറ്റൽ എത്രയാണോ അതാണ് അവിടെ കാണിക്കേണ്ടത്. ആണ് ഡ്രോയിങ്സ് ഡ്യൂറിങ് ദ ഇയർ. ഈ വർഷത്തെ ഡ്രോയിങ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആ ക്യാപിറ്റലിന്റെ കൂടെ ആഡ് ചെയ്യണം. അഡീഷണൽ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ഡ്യൂറിങ് ദ ഇയർ. ഈ വർഷം എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് ക്യാപിറ്റൽ പ്രൊപ്പറേറ്റർ കൊണ്ടുവന്നിട്ടുണ്ട് എങ്കിൽ അത് ക്യാപിറ്റൽ അറ്റ് ദി എൻഡിൽ നിന്ന് കുറയ്ക്കണം. ദെൻ ഇതിന് ശേഷം കിട്ടുന്നതാണ് അഡ്ജസ്റ്റഡ് ക്യാപിറ്റൽ അറ്റ് ദി എൻഡ്. ദെൻ ലെസ് ക്യാപിറ്റൽ ഇൻ ദി ബിഗിനിങ്. അതായത് നമുക്ക് ഈ കറണ്ട് ഇയറിൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒരു ക്യാപിറ്റൽ ഉണ്ടായിരുന്നു. ആ ക്യാപിറ്റൽ അതിൽ നിന്നും കുറയ്ക്കണം. എന്നാലാണ് നമുക്ക് കറക്റ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് ആണോ ആ വർഷത്തേന്ന് കിട്ടുള്ളൂ. അതായത് ഫസ്റ്റ് നമ്മൾ എടുക്കേണ്ടത് ക്ലോസിംഗ് ക്യാപിറ്റൽ. ഈ വർഷത്തെ എൻഡിൽ എത്രയാണോ ക്യാപിറ്റൽ ഉള്ളത് അതെടുക്കുക. അതിന്റെ കൂടെ ഡ്രോയിങ്സ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യുക. അഡീഷണൽ ക്യാപിറ്റൽ ഈ വർഷം പ്രൊപ്പറേറ്റർ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് ലെസ് ചെയ്യുക. അതിനുശേഷം ബിഗിനിങ്, അതായത് ഈ വർഷം സ്റ്റാർട്ട് ചെയ്തപ്പോൾ എത്രയായിരുന്നോ ക്യാപിറ്റൽ അത് കുറയ്ക്കുക. അപ്പോഴാണ് നമുക്ക് കറക്റ്റ് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് കിട്ടുന്നത്. മനസ്സിലായോ? ഓക്കെ. ഇതിന്റെ ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. ഇല്ലസ്ട്രേഷൻ 1 നോക്കിയോ. റാം മെയിൻ്റെനൻസ് ബുക്സ് ഓഫ് സിംഗിൾ എൻട്രി സിസ്റ്റം. ഹി ഗീവ്സ് യു ദ ഫോളോയിങ് ഇൻഫർമേഷൻ. നോക്കിയോളൂ. ക്യാപിറ്റൽ ഓൺ April 1, 2013 എമൗണ്ട് 60,800 ആണ്. ക്യാപിറ്റൽ ഓൺ April 1, 2013 ആട്ടോ. ദെൻ ക്യാപിറ്റൽ ഓൺ April 1, 2014 അത് 67,600. ഡ്രോയിങ്സ് മെയ്ഡ് ഡ്യൂറിംഗ് ദ പീരീഡ് ഏപ്രിൽ 2013 മുതൽ മാർച്ച് 2014 വരെയുള്ള ഡ്രോയിങ്സ് 19,200 ആണ്. ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ഓൺ August 1, 2013. August 1, 2013 പ്രൊപ്പറേറ്റർ കുറച്ച് ക്യാപിറ്റലും കൂടെ കൊണ്ടുവന്നു. അതാണ് 8,000. ഇത് വെച്ചിട്ട് എന്ത് ചെയ്യണം? പ്രോഫിറ്റ് ആണോ ലോസ് ആണോ റാമിന് ഉണ്ടായിരിക്കുന്നതെന്ന് കണ്ടുപിടിക്കണം. അപ്പൊ ക്യാപിറ്റൽ ഓൺ 1 April 2013 എന്ന് പറഞ്ഞാൽ എന്താണ്?
ക്യാപിറ്റൽ അറ്റ് ദി ബിഗിനിങ്, അതായത് ബിഗിനിങ്ങിൽ എത്രയാണോ ക്യാപിറ്റൽ, ആ ഇയർ തുടങ്ങുന്നതാണ് April 1, 2013 എന്ന് പറയുന്നത്. അതാണ് ക്യാപിറ്റൽ അറ്റ് ദി ബിഗിനിങ് എന്ന് പറയുന്നത്. ക്യാപിറ്റൽ ഓൺ April 1, 2014, അതായത് ക്യാപിറ്റൽ April 1, 2014 ക്യാപിറ്റൽ എന്ന് പറയുന്നത് 31 March 2014 ക്യാപിറ്റൽ തന്നെയാണ്. അപ്പൊ അത് തന്നെയാണ് നമ്മുടെ ക്ലോസിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. സോ അത് എന്താണ്, ക്യാപിറ്റൽ ഓൺ ദി എൻഡ് എന്ന് നമ്മൾ പറഞ്ഞില്ലേ, അതാണ് ക്ലോസിംഗ് ക്യാപിറ്റൽ 67,600. പിന്നെ ഡ്രോയിങ്സ്, അതായത് ഈ വർഷത്തിൽ എന്തെങ്കിലും ഡ്രോയിങ്സ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യണം എന്ന് പറഞ്ഞു. അതാണ് ഈ വർഷത്തെ ഡ്രോയിങ്സ് 19,200. പിന്നെ എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അതെന്ത് ചെയ്യണം, കുറയ്ക്കണം എന്ന് പറഞ്ഞു. അതാണ് 8,000 എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ? ക്വസ്റ്റ്യൻ ക്ലിയർ ആയി. ഡ്രോയിങ് എന്ന് പറയുന്നത് മറ്റേ അഡീഷണൽ നമ്മള് ബിസിനസ് ചെയ്യണവരെ എടുത്തേക്കണ അഡീഷണൽ ഉള്ള ചാർജസ് അല്ലേ? ചാർജസ് അല്ല, അതായത് പ്രൊപ്പറേറ്റർ അദ്ദേഹത്തിന്റെ പേഴ്സണൽ പർപ്പസിന് വേണ്ടിയിട്ട് ക്യാപിറ്റലിൽ നിന്ന് വിഡ്രോ ചെയ്യുന്ന എമൗണ്ട് ആണ് ഡ്രോയിങ്സ് എന്ന് പറയുന്നത്. ഓക്കെ, പേഴ്സൺ എടുക്കുന്നതാണ് ഡ്രോയിങ്സ്. ആ. 19,200 അത് ഇതിന്റെ കൂടെ ആഡ് ചെയ്യല്ലേ ചെയ്യണേ? അതിന്റെ കൂടെ ആഡ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് പിന്നെ 8,000 കുറയ്ക്കോ? 8,000 ആഗസ്റ്റിലെ ക്യാപിറ്റൽ അല്ലേ? ഓഗസ്റ്റിൽ, അതായത് ഈ വർഷത്തിന്റെ ഇടയ്ക്ക് കൊണ്ടുവന്ന അഡീഷണൽ ക്യാപിറ്റൽ ആണ് ഈ 8,000 എന്ന് പറയുന്നത്. അത് കുറയ്ക്കണം. അത് അപ്പൊ ഇതിന്റെ കൂടെ ചേർക്കല്ല, കുറയ്ക്കുകയാണോ ചെയ്യണ്ടേ? കുറയ്ക്കുക ചെയ്യേണ്ടത്, എന്നാലേ നമുക്ക് കറക്റ്റ് പ്രോഫിറ്റ് കിട്ടുള്ളൂ. ഓ, കറക്റ്റ് പ്രോഫിറ്റ്. നമുക്ക് പ്രോഫിറ്റ് ആണ് ചോദിക്കണ്ടേ. അതൊന്ന് വരച്ചോളൂ, അപ്പൊ ചെയ്യുമ്പോ മനസ്സിലാകും. വരയ്ക്കണ എങ്ങനെയാണെന്ന് പറയാമോ? അതായത് ജസ്റ്റ് 2 കോളം ഉള്ളൂ, പർട്ടിക്കുലേഴ്സും എമൗണ്ടും 2 കോളം ഉള്ളൂ. അപ്പൊ പർട്ടിക്കുലേഴ്സ് കോളം കുറച്ച് നീളത്തിൽ വരയ്ക്കണം, അതായത് നമുക്ക് എഴുതാനുള്ളത് കൊണ്ട് കുറച്ച് നീളത്തിൽ വരയ്ക്കണം. എമൗണ്ട് കോളം ജസ്റ്റ് എമൗണ്ട് എഴുതാൻ പാകത്തിനുള്ള ഒരു കോളം വരച്ചാൽ മതി. അങ്ങനെ 2 കോളമാണ് വരയ്ക്കേണ്ടത്. ഇപ്പൊ കേറിയുള്ളോ? ഞാൻ കേറിയുള്ളൂ. അതെ. ഇപ്പൊ ഇതുമ്മ ഈ ക്യാപിറ്റൽ 2013 14 തന്നിട്ടുണ്ട്. അതായത് ക്യാപിറ്റൽ ഓൺ April 1, 2013 എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ക്യാപിറ്റൽ അറ്റ് ദി ബിഗിനിങ് ആണ് April 2. അതായത് ഈ കറണ്ട് ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഉള്ള ക്യാപിറ്റൽ ആണ് April 1, 2013. ഇനി ക്യാപിറ്റൽ ഓൺ April 1, 2014 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് 31 March ക്യാപിറ്റൽ തന്നെയാണ് April 1, 2014 ക്യാപിറ്റൽ. മനസ്സിലായോ? 7,600 വ്യത്യാസം ഉണ്ടല്ലോ. അങ്ങനെയല്ല, അത് 2013, ഇത് 2014 മനസ്സിലായോ? 2013 ക്യാപിറ്റൽ തന്നെയാണ് 2014 ക്യാപിറ്റൽ, അങ്ങനെയാണോ? അങ്ങനെയല്ല, അതായത് ഒന്ന് നമുക്ക് എൻഡിലെ ക്യാപിറ്റൽ ഉണ്ട്, ഒന്ന് നമുക്ക് ബിഗിനിങ്ങിലെ ക്യാപിറ്റൽ ഉണ്ട്. അതായത് ക്യാപിറ്റൽ അറ്റ് ദി എൻഡും ഉണ്ട്, ക്യാപിറ്റൽ അറ്റ് ദി ബിഗിനിങ്ങും ഉണ്ട് നമുക്ക്. ഓക്കെ, അപ്പൊ ക്യാപിറ്റൽ അറ്റ് ദി ബിഗിനിങ് ആണ് നമുക്ക് ഈ, അതായത് ഒരു ഫിനാൻഷ്യൽ ഇയർ April 1 മുതൽ 31 March വരെയാണുള്ള ഒരു ഫിനാൻഷ്യൽ ഇയർ. April 1, 2013 ഒരു ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്താൽ 31 March 2014 അവസാനിക്കുന്നത്. അപ്പൊ ഈ 31 March 2014 ക്ലോസിംഗ് തന്നെയായിരിക്കില്ലേ April 1, 2014 ഓപ്പണിംഗ്? അപ്പൊ ഈ April 1, 2014 നമ്മളെ കൺഫ്യൂസ് ചെയ്യിക്കാൻ വേണ്ടി ക്വസ്റ്റ്യൻ തന്നേക്കുന്നതാണ്. അത് തന്നെയാണ് 31 March 2014 ക്ലോസിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? പ്രോബ്ലം എങ്ങനെയാ ചെയ്യുന്നത്? അത് തൊട്ട് ഫ്രണ്ടിലെ പേജ് എടുക്കാമോ? 177. അതില് സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് എന്ന് പറഞ്ഞ ഒരു ഫോർമാറ്റ് കണ്ടോ? നമുക്ക് ഇത്രയാണ് ചെയ്യാനുള്ളത്. നമുക്ക് കണ്ടുപിടിക്കേണ്ട കറക്റ്റ് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ ഈ വർഷത്തെ എന്നാ കണ്ടുപിടിക്കണ്ടേ. അതിന് നമുക്ക് ആദ്യം എടുക്കേണ്ടത് ക്യാപിറ്റൽ അറ്റ് ദി എൻഡ്, അതായത് ക്ലോസിംഗ് ക്യാപിറ്റൽ ആദ്യം എടുക്കുക. ഓക്കെ, ആ ക്യാപിറ്റലിൽ നിന്ന് ഈ വർഷം എന്തെങ്കിലും ഡ്രോയിങ്സ് കൊണ്ടുവന്നിട്ട് അല്ലെങ്കിൽ ഡ്രോയിങ്സ് വന്നിട്ടുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുക. ക്ലോസിംഗ് ക്യാപിറ്റലിന്റെ കൂടെ ആഡ് ചെയ്യുക ഡ്രോയിങ്സ്. 13 March 2014. അതിൽ നിന്നും എന്തെങ്കിലും അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് കുറയ്ക്കുക. അപ്പൊ നമുക്ക് അഡ്ജസ്റ്റഡ് ക്യാപിറ്റൽ കിട്ടും.
അഡ്ജസ്റ്റഡ് ക്യാപിറ്റലിൽ നിന്ന് നമ്മൾക്ക് എന്ത് ചെയ്യണം? ആ ക്യാപിറ്റൽ കുറയ്ക്കുക. അപ്പോൾ നമുക്ക് പ്രോഫിറ്റ് കിട്ടും. ഇപ്പൊ 19,200 കൂട്ടണം. നിങ്ങൾക്ക് ടെക്സ്റ്റിൽ ആൻസർ 2013 ടെക്സ്റ്റ് തന്നിരിക്കുന്നത് കേട്ടോ. ആൻസറിന്റെ അകത്ത് സൊല്യൂഷന്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്. പക്ഷെ അതല്ലാതെ ഒന്ന് തിരുത്തി വേണമെങ്കിൽ എഴുതിക്കോ. April 1, 2014 67,600 എമൗണ്ട്. അല്ലേ? ശരി. ഹെഡിങ് കൊടുക്കാൻ ഓർക്കണം. സ്റ്റേറ്റ്മെന്റ് ഓഫ് ദി പ്രോഫിറ്റ് ഓർ ലോസ്. സ്റ്റേറ്റ്മെന്റ് ഡേറ്റ് ആണല്ലേ? കൊടുക്കാൻ ഓർത്തോണം കേട്ടോ. സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് ഫോർ ദി ഇയർ എൻഡഡ് 31st March 2014 തന്നെ കൊടുക്കണേ. ആ ഷിൻഡേക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ആ പ്രതീക്ഷിക്കാം. വരച്ചോ? ഈ ഹെഡിങ്ങിൽ 2014 അല്ലേ കൊടുക്കണ്ടേ? March 2014. അതാണല്ലോ നമ്മുടെ ക്ലോസിംഗ് ഡേറ്റ്. അതെ. അപ്പൊ ഇത് എൻഡ് 67,600. ഡ്രോയിങ്സ് അതിൽ കൂട്ടണം. ഡ്രോയിങ്സ് അതിന്റെ കൂടെ കൂട്ടുക. ഇതുപോലെ തന്നെ എഴുതണം. ക്യാപിറ്റൽ ഒന്നെങ്കിൽ ക്യാപിറ്റൽ എത്തി എൻഡ് എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ ഇപ്പൊ തന്നിരിക്കുന്ന ഡേറ്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെടുത്ത് തന്നെ എഴുതിക്കോളുക. ക്യാപിറ്റൽ ലാസ്റ്റ് ഓൺ April 1, 2014. പക്ഷെ അങ്ങനെ കൊടുക്കുന്നതിൽ നല്ലത് ക്യാപിറ്റൽ എത്തി എൻഡ് എന്ന് തന്നെ കൊടുക്കുന്നതാണ് നല്ലത്. കാരണം ഇവിടെ നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയറിലെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് ആണ് April 1, 2014 എന്ന് പറയുന്നത്. അതെ. ഓക്കെ. അപ്പൊ ക്യാപിറ്റൽ എത്തി എൻഡ് എന്ന് കൊടുക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. ക്യാപിറ്റൽ അറ്റ് എൻഡ് 2000 March 2014. മാർച്ച് 31, 2014. 13 അല്ല പറഞ്ഞു. 14 ക്ലോസിംഗ് ക്യാപിറ്റൽ. ഈ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ്ഡ് എന്ന് പറയുന്നത് അഡീഷണൽ അഡീഷണൽ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. അത് ലെസ് ചെയ്യണം. അത് ലെസ് ചെയ്യണം. ഡ്രോയിങ് അതായത് നമുക്ക് കിട്ടുന്ന ബാലൻസ്, അതായത് കിട്ടുന്ന എമൗണ്ട് പോസിറ്റീവ് ആണെങ്കിൽ പ്രോഫിറ്റും നെഗറ്റീവ് ആണെങ്കിൽ ലോസും ആണ് കേട്ടോ. ക്യാപിറ്റൽ അറ്റ് ദി എൻഡിന്റെ കൂടെ ഡ്രോയിങ്സ് ആഡ് ചെയ്യാം. ഡ്രോയിങ്സ് ആഡ് ചെയ്തതിൽ നിന്ന് അഡീഷണൽ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് അത് ലെസ് ചെയ്യാം. അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്നത് ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് August 1, 2013 അത് ലെസ് ചെയ്യാം. അപ്പൊ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അഡ്ജസ്റ്റഡ് ക്യാപിറ്റൽ എന്ന് തന്നെ എഴുതണം കേട്ടോ. അതായത് ഇനിയിപ്പോ നമ്മളോട് അഡ്ജസ്റ്റഡ് ക്യാപിറ്റൽ എത്രയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത് എന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ അറ്റ് ദി എൻഡിൽ നിന്ന് ഇതിന്റെ കൂടെ ഡ്രോയിങ്സ് ആഡ് ചെയ്യുക, അതിൽ നിന്ന് അഡീഷണൽ ക്യാപിറ്റൽ ലെസ് ചെയ്യുക. അപ്പൊ നമുക്ക് അഡ്ജസ്റ്റഡ് ക്യാപിറ്റൽ കിട്ടും. ഇനി ഇൻ കേസ് നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ക്യാപിറ്റൽ അറ്റ് ദി എൻഡ് തന്നിട്ടില്ല, അല്ലെങ്കിൽ ഡ്രോയിങ്സ് തന്നിട്ടില്ല, അഡീഷണൽ ക്യാപിറ്റൽ ഒന്നും തന്നിട്ടില്ല, നമുക്ക് ആകെ തന്നിരിക്കുന്നത് അഡ്ജസ്റ്റഡ് ക്യാപിറ്റൽ ആണ് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 2 മാർക്കിന്റെ ഒക്കെ ചോദിക്കും. അഡ്ജസ്റ്റഡ് ക്യാപിറ്റലും തരും, ക്യാപിറ്റൽ അറ്റ് ദി ബിഗിനിങ്ങും തരും. അങ്ങനെ അത് വെച്ചിട്ട് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ പറയുവാണെങ്കിൽ ഈ അഡ്ജസ്റ്റഡ് ക്യാപിറ്റലിൽ നിന്ന് ക്യാപിറ്റൽ അറ്റ് ദി ബിഗിനിങ് കുറയ്ക്കുക. അതെ. ചെറിയ ക്വസ്റ്റൻ ഒക്കെ ചിലപ്പോ അങ്ങനെയും ചോദിക്കാം. ക്യാപിറ്റൽ ഓൺ April 1, 2013 ലെസ് ചെയ്യാണോ ചെയ്യണ്ടേ? അപ്പൊ അതിനകത്തുനിന്ന് അതെ, അതാണ് ക്യാപിറ്റൽ അറ്റ് ദി ബിഗിനിങ് എന്ന് പറയുന്നത്. ബിഗിനിങ്. ലെസ് ചെയ്തേക്കണേന്ന് വീണ്ടും ലെസ് ചെയ്യണം. വീണ്ടും ലെസ് ചെയ്യണം.
അത് കിട്ടുന്നില്ലേ? കിട്ടണ്ട് കിട്ടണ്ട്. ചിന്റെ ഒന്നും പറയുന്നില്ലല്ലോ, കിട്ടുന്നില്ലേ? ആ ക്ലിയർ ആണോ? പ്രോഫിറ്റ് കിട്ടിയോ? പ്രോഫിറ്റ് 18,000. 18,000. എന്തുകൊണ്ട് അത് പ്രോഫിറ്റ് ആണെന്ന് പറഞ്ഞത്? അത് അഡ്ജസ്റ്റഡ് ക്യാപിറ്റലിൽ നിന്ന് ആ. ബിഗിനിങ് ക്യാപിറ്റൽ കുറയ്ക്കുമ്പോൾ ആ. പ്ലസ് ആണ് കിട്ടുന്നത്, അതുകൊണ്ട് പ്രോഫിറ്റ് Okay. അല്ലേ? ആ, ഇനി ഇതിപ്പോ നെഗറ്റീവ് 18,000 ആണ് കിട്ടിയിരുന്നെങ്കിൽ അത് ലോസ് ആയിരുന്നിരിക്കും. Loss ആണ്. ഓക്കെ, കഴിഞ്ഞോ? കഴിഞ്ഞു. ആ ഓക്കെ, കഴിഞ്ഞു. നെക്സ്റ്റ് പ്രോബ്ലം നിങ്ങളൊന്ന് ചെയ്ത് നോക്കിക്കോണം കേട്ടോ. ഇലിസ്ട്രേഷൻ 2 നിങ്ങളൊന്ന് ചെയ്ത് നോക്കിക്കോണം. ഇതുപോലെ തന്നെയാണ്, കാരണം ഒരെണ്ണോടെ ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റുള്ളൂ. ആ, Statement ഇതൊന്ന് loss കാണിച്ചിട്ട്. ആ, ഓ ദെൻ നമ്മുടെ നെക്സ്റ്റ് മെത്തേഡ് ആണ് കൺവേർഷൻ മെത്തേഡ്. നമ്മൾ പറഞ്ഞു ഇപ്പൊ ഫൈനൽ അക്കൗണ്ട്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ഒന്ന് സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ നിന്ന് നമ്മൾ ഡബിൾ എൻട്രി സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്തതിന് ശേഷമാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ബാലൻസ് ഷീറ്റ് അല്ല പ്രിപ്പയർ ചെയ്യുന്നത്, സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് ആണ് ബാലൻസ് ഷീറ്റിന് പകരം പ്രിപ്പയർ ചെയ്യുന്നതെന്ന് പറഞ്ഞു. സോ നമ്മൾ ഈ കൺവേർഷൻ മെത്തേഡിലാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. അതില് പ്രിപ്പയർ ക്യാഷ് ആൻഡ് ബാങ്ക് സമ്മറി. ഈ കൺവേർഷൻ മെത്തേഡില് ഇതിന്റെ സ്റ്റെപ്പാണ് വരുന്നത്. ആദ്യം നമ്മൾ പ്രിപ്പയർ ക്യാഷ് ആൻഡ് ബാങ്ക് സമ്മറി പ്രിപ്പയർ ചെയ്യണം. ഇഫ് നോട്ട് അവൈലബിൾ ഇൻ പ്രോപ്പർ ഫോം വിത്ത് ബോത്ത് സൈഡ്സ് ടാലിഡ്, അതായത് നമുക്ക് കിട്ടിയിരിക്കുന്ന എമൗണ്ട് രണ്ട് സൈഡും ടാലി ആയിട്ടല്ല തന്നിരിക്കുന്ന എന്നുണ്ടെങ്കിൽ ടു അസർട്ടൈൻ ദ മിസ്സിംഗ് ഇൻഫർമേഷൻ such as opening, closing balances or cash bank, cash purchases, cash sales, drawings. അതായത് നമ്മളിപ്പോ ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുകയാണ്. അപ്പൊ നമുക്ക് രണ്ട് സൈഡ് ഈക്വൽ ആയിട്ട് കിട്ടിയിട്ടില്ല. ക്രെഡിറ്റ് സൈഡും ഈക്വൽ ആയിട്ടില്ല, ക്രെഡിറ്റ് സൈഡും ഡെബിറ്റ് സൈഡും ഒരേപോലെ കിട്ടിയിട്ടില്ല. അപ്പൊ ഈ വരുന്ന ഡിഫറൻസ് ഉണ്ടല്ലോ, ഈ ഡിഫറൻസ് ഒന്നെങ്കിൽ ക്ലോസിംഗ് ക്യാഷ് ബാലൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ബാങ്ക് ബാലൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ക്യാഷ് പർച്ചേസ് ആയിരിക്കാം, അല്ലെങ്കിൽ ക്യാഷ് സെയിൽസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഡ്രോയിങ്സ് ആയിരിക്കാം. പോയിന്റ് ക്ലിയർ ആയോ? അങ്ങനെ അത് അക്കൗണ്ട് ആവണമെങ്കിൽ അത് അതായത് ഇപ്പൊ നമ്മള് ഒരു അക്കൗണ്ട് വരയ്ക്കുകയാണ്, അതായത് ക്യാഷ് അക്കൗണ്ട് വരയ്ക്കുകയാണ്. അപ്പൊ ക്യാഷ് അക്കൗണ്ടിൽ എല്ലാ ഐറ്റവും നമ്മൾ പോസ്റ്റ് ചെയ്തതിന് ശേഷം ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും ഈക്വൽ ആയിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ആ ഡിഫറൻസ് വരുന്ന എമൗണ്ട് ഉണ്ടല്ലോ, അതെ ആ ഡിഫറൻസ് വരുന്ന എമൗണ്ട് ഒന്നെങ്കിൽ ക്യാഷ് പർച്ചേസ് ആയിരിക്കാം, അല്ലെങ്കിൽ ക്യാഷ് സെയിൽസ് ആയിരിക്കാം, അല്ലെങ്കിൽ ക്ലോസിംഗ് ക്യാഷ് ആയിരിക്കാം, അല്ലെങ്കിൽ ക്ലോസിംഗ് ബാങ്ക് ആയിരിക്കാം, അല്ലെങ്കിൽ ഡ്രോയിങ്സ് ആയിരിക്കാം. അതായത് നമുക്ക് ആ അക്കൗണ്ടിൽ എന്ത് ഇൻഫർമേഷൻ ആണോ തരാത്തത് ആ ഇൻഫർമേഷൻ ആയിരിക്കും ഈ പറഞ്ഞിരിക്കുന്ന എമൗണ്ട്. മനസ്സിലായോ? എന്താണോ നമുക്ക് അക്കൗണ്ടിൽ അവൈലബിൾ അല്ലാത്തത് അതായിരിക്കും ആ ഡിഫറൻസ്. ക്ലിയർ ആയോ? ഈ പറയുന്നതിൽ ഏതാണ് തരാത്തതെന്ന് വെച്ചാൽ അതായിരിക്കും അതിന്റെ എമൗണ്ട് എന്ന് പറയുന്നത്. ചിലപ്പോ നമ്മളോട് ക്ലിയർ ആയിട്ട് പറയും, ഇന്ന മിസ്സിങ് കണ്ടുപിടിക്കാൻ പറയും. അപ്പൊ ക്യാഷ് പർച്ചേസോ അല്ലെങ്കിൽ ക്യാഷ് സെയിലോ മിസ്സിംഗ് ആണ്, അത് കണ്ടുപിടിക്കാനാ പറയണെങ്കിൽ നമ്മൾ വരയ്ക്കേണ്ടത് ക്യാഷ് അക്കൗണ്ട് അല്ലെങ്കിൽ ബാങ്ക് സമ്മറി എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് ആയിരിക്കണം വരയ്ക്കേണ്ടത്. ഓക്കെ, മെയിനായിട്ട് അത് ചോദിക്കാറില്ല കേട്ടോ. പ്രിപ്പയർ ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട്, രണ്ടാമത്തെ സ്റ്റെപ്പാണ് പ്രിപ്പയർ ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ടു അസർട്ടൈൻ ദ മിസ്സിംഗ് ഇൻഫർമേഷൻ. എന്താണ് ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് വരയ്ക്കുന്നത്? എന്തിനാണ്? എന്തെങ്കിലും മിസ്സിംഗ് ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് വരയ്ക്കുന്നത്. അതിൽ നമുക്ക് കിട്ടുന്ന മിസ്സിംഗ് ഇൻഫർമേഷൻ ഒന്നെങ്കിൽ ഓപ്പണിംഗ് അല്ലെങ്കിൽ ക്ലോസിംഗ് ബാലൻസ് ആയിരിക്കാം, ഡെപ്റ്റേഴ്സിന്റെ ഓപ്പണിംഗ് ബാലൻസ് അല്ലെങ്കിൽ ക്ലോസിംഗ് ബാലൻസ് കണ്ടുപിടിക്കാനായിരിക്കാം, അല്ലെങ്കിൽ ബിൽസ് റിസീവ്ഡ് ആയിരിക്കും കണ്ടുപിടിക്കേണ്ടത്,
അല്ലെങ്കിൽ ക്രെഡിറ്റ് സെയിൽ ആയിരിക്കണം കണ്ടുപിടിക്കേണ്ടത്. പേയ്മെന്റ് റിസീവ്ഡ് ഫ്രം ഡെപ്റ്റേഴ്സ്, ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു ഐറ്റം ആയിരിക്കും അതിൽ നിന്ന് മിസ്സിംഗ് ആയിട്ടുണ്ടായിരിക്കുന്നത്. അത് കണ്ടുപിടിക്കാനാണ് നമ്മൾ ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് വരയ്ക്കുന്നത്. ഓക്കെ ആണോ? ക്ലിയർ ആയോ? ഓക്കെ. ബാക്കിയുള്ളവർക്കും ക്ലിയർ ആയോ? ആ. പിന്നെ ബിൽസ് റിസീവബിൾ അക്കൗണ്ട്. ബിൽസ് റിസീവബിൾ അക്കൗണ്ട് നമ്മൾ കണ്ടുപിടിക്കുന്നത് മിസ്സിംഗ് ഇൻഫർമേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഓപ്പണിംഗ് അല്ലെങ്കിൽ ക്ലോസിംഗ് ബാലൻസസ് ചിലപ്പോൾ അതിൽ ഏതെങ്കിലും ഒന്ന് തന്നിട്ടുണ്ടാവില്ല, അത് കണ്ടുപിടിക്കാനായിരിക്കാം. അല്ലെങ്കിൽ ബിൽസ് റിസീവബിൾ എത്രയാണെന്ന് കണ്ടുപിടിക്കാനായിരിക്കാം. അല്ലെങ്കിൽ ബിൽസ് റിസീവബിൾ കളക്റ്റഡ് കണ്ടുപിടിക്കാനായിരിക്കാം. അല്ലെങ്കിൽ ബിൽസ് റിസീവബിൾ എൻഡോഴ്സ് ചെയ്തതിന്റെ എമൗണ്ട് ആയിരിക്കും കണ്ടുപിടിക്കാൻ പറയുന്നത്. ഇതിൽ ഏതെങ്കിലും ഒരു ഇൻഫർമേഷൻ മിസ്സിംഗ് ആയിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ബിൽസ് റിസീവബിൾ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ദെൻ ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ഓപ്പണിംഗ് അല്ലെങ്കിൽ ക്ലോസിംഗ് ക്രെഡിറ്റേഴ്സ് എത്രയാണെന്ന് അറിയില്ലായിരിക്കാം, അല്ലെങ്കിൽ ക്രെഡിറ്റ് പർച്ചേസ് ആയിരിക്കാം, അല്ലെങ്കിൽ ബിൽസ് പേയബിൾ അക്സെപ്റ്റഡ് ആയിരിക്കാം, ബിൽസ് റിസീവബിൾ എൻഡോഴ്സ് ചെയ്തായിരിക്കാം, പേയ്മെന്റ് മേഡ് ടു ക്രെഡിറ്റേഴ്സ് ആയിരിക്കാം. ഇതിൽ ഏതെങ്കിലും ഒരു ഇൻഫർമേഷൻ മിസ്സിംഗ് ആണെങ്കിൽ ആ ഇൻഫർമേഷൻ കണ്ടുപിടിക്കാനാണ് ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ദെൻ പ്രിപ്പയർ ബിൽസ് പേയബിൾ അക്കൗണ്ട്. അതെന്തിനാണ്? ഇതുപോലെ തന്നെ ഓപ്പണിംഗ് അല്ലെങ്കിൽ ക്ലോസിംഗ് ബാലൻസ്, അതായത് ബിൽസ് പേയബിളിന്റെ ഓപ്പണിംഗ് അല്ലെങ്കിൽ ക്ലോസിംഗ് ബാലൻസ്, ബിൽസ് പേയബിൾ അക്സെപ്റ്റഡ്, ബിൽസ് പേയബിൾ ഡിസ്ചാർജ്ഡ്, ഇതിൽ ഏതെങ്കിലും ഒരു ഇൻഫർമേഷൻ അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാനാണ് ബിൽസ് പേയബിൾ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. പ്രിപ്പയർ ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ്. എന്താണ്? ക്യാപിറ്റൽ അറ്റ് ദി ബിഗിനിങ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് പ്രിപ്പയർ ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യുന്നത്. ദെൻ അതിനുശേഷം പ്രിപ്പയർ ചെയ്യുന്നത് ട്രേഡിംഗ് അക്കൗണ്ട് അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് ആണ്. ദെൻ ഫ്രം ദ വേരിയസ് ഇൻഫർമേഷൻ ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ and from the computation made as above, before preparing the financial statements, a trial balance may also be prepared to check the arithmetical accuracy. അതായത് നമുക്ക് മുകളിൽ തന്നിരിക്കുന്ന എല്ലാം കണ്ടുപിടിക്കുക. അതായത് ക്യാഷ് ആൻഡ് ബാങ്ക് സമ്മറി, ടോട്ടൽ ഡെപ്റ്റേഴ്സ്, ബിൽസ് റിസീവബിള്, ടോട്ടൽ ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേയബിള്, അല്ലെങ്കിൽ ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ്, ഇതെല്ലാം പ്രിപ്പയർ ചെയ്തതിന് ശേഷം നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതാണ് ട്രേഡിംഗ് അക്കൗണ്ട് അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്. അപ്പൊ ഈ മുകളിൽ തന്നിരിക്കുന്ന ഇൻഫർമേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഇത്രയും പ്രിപ്പയർ ചെയ്യുന്നത്. പിന്നെ ഇത് പ്രിപ്പയർ ചെയ്യാൻ മിസ്സിംഗ് ഫിഗേഴ്സ് ട്രേസ് ചെയ്യാനുള്ള കുറച്ച് ഹിന്റുകളാണ് താഴെ തന്നിരിക്കുന്നത്. നെറ്റ് ക്രെഡിറ്റ് സെയിൽ കണ്ടുപിടിക്കാനുള്ളത്, അതായത് അത് എങ്ങനെ ട്രേസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെറ്റ് ക്രെഡിറ്റ് സെയിൽ എത്രയാണെന്ന് കിട്ടും. ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തതിന് ശേഷം ആ കിട്ടുന്നത് നിന്ന് ടോട്ടൽ സെയിൽ കുറയ്ക്കുക, അതിൽ നിന്ന് ക്യാഷ് സെയിൽ കുറയ്ക്കുക, അതിൽ നിന്നും സെയിൽസ് റിട്ടേൺ കുറയ്ക്കുക. അതായത് ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം, അതിൽ നിന്ന് നമുക്ക് ടോട്ടൽ സെയിൽ കിട്ടും, ആ ടോട്ടൽ സെയിലിൽ നിന്ന് ക്യാഷ് സെയിൽ കുറയ്ക്കുക അല്ലെങ്കിൽ സെയിൽസ് റിട്ടേൺ കുറയ്ക്കുക. ദെൻ ക്യാഷ് സെയിൽ കണ്ടുപിടിക്കാനായിട്ട് ക്യാഷ് ആൻഡ് ബാങ്ക് അക്കൗണ്ട് സമ്മറി വരയ്ക്കുക, അല്ലെങ്കിൽ ടോട്ടൽ സെയിൽസിൽ നിന്ന് നെറ്റ് ക്രെഡിറ്റ് സെയിൽ കുറച്ച് കഴിഞ്ഞാൽ ക്യാഷ് സെയിൽ കിട്ടും. പിന്നെ നെറ്റ് സെയിൽ കണ്ടുപിടിക്കാനാണെന്നെങ്കിൽ ക്യാഷ് സെയിലിന്റെ കൂടെ ക്രെഡിറ്റ് സെയിലും സെയിൽസ് റിട്ടേൺ കുറയ്ക്കുകയും ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെറ്റ് സെയിൽസ് കിട്ടും. ഇതല്ല എന്നുണ്ടെങ്കിൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഞാൻ ആദ്യത്തെ ക്ലാസ്സിലൊക്കെ പറഞ്ഞു തന്നതാണ്. അപ്പൊ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടിയതിന് ശേഷം അതിന്റെ കൂടെ ഗ്രോസ് പ്രോഫിറ്റ് ആഡ് ചെയ്യുക, അപ്പോൾ നമുക്ക് നെറ്റ് സെയിൽസ് കിട്ടും. ഇനി കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് നെറ്റ് പർച്ചേസസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്, ഇത് വെച്ചിട്ട് നമുക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടും. അതല്ല എന്നുണ്ടെങ്കിൽ നെറ്റ് സെയിൽസിൽ നിന്നും ഗ്രോസ് പ്രോഫിറ്റ് കുറച്ചു കഴിഞ്ഞാൽ നമുക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടും. ഈ ഗ്രോസ് പ്രോഫിറ്റ് ആണ് കണ്ടുപിടിക്കണമെങ്കിലോ നെറ്റ് സെയിൽസിൽ നിന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കുറയ്ക്കുക, അല്ലെങ്കിൽ എന്താണ് നെറ്റ് സെയിൽസ് ഇൻറ്റു റേറ്റ് ഓഫ് ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ 100 ചെയ്യുക. പിന്നെ ക്യാഷ് പർച്ചേസ് ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ പ്രിപ്പയർ ക്യാഷ് ആൻഡ് ബാങ്ക് അക്കൗണ്ട് സമ്മറി വരയ്ക്കുക. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ടോട്ടൽ പർച്ചേസിൽ നിന്ന് നെറ്റ് ക്രെഡിറ്റ് പർച്ചേസ് കുറച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്യാഷ് പർച്ചേസ് എത്രയാണെന്ന് കിട്ടും. ഇത് നമുക്ക് ചെയ്തു വരുമ്പോൾ ഇതെല്ലാം ആപ്ലിക്കബിൾ ആയിട്ട് വരും. അപ്പൊ നമുക്ക് ഇക്വേഷൻ ഓർമ്മ വരും. പിന്നെ നെറ്റ് ക്രെഡിറ്റ് പർച്ചേസ് കിട്ടുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് നെറ്റ് ക്രെഡിറ്റ് പർച്ചേസ് കിട്ടും. അതായത് അതിന്റെ ബാലൻസ് ഷീറ്റ് ഫിഗർ നെറ്റ് ക്രെഡിറ്റ് പർച്ചേസ് ആയിരിക്കും. ദെൻ ടോട്ടൽ പർച്ചേസിൽ നിന്ന് ക്യാഷ് പർച്ചേസ് കുറയ്ക്കുക, അതിൽ നിന്ന് പർച്ചേസ് റിട്ടേൺ കുറച്ചു കഴിഞ്ഞാൽ നമുക്ക് നെറ്റ് ക്രെഡിറ്റ് പർച്ചേസസ് കിട്ടും.
ഇനി നെറ്റ് പർച്ചേസാ കിട്ടണ്ടെങ്കിലോ ക്യാഷ് പർച്ചേസിന്റെ കൂടെ ക്രെഡിറ്റ് പർച്ചേസ് ആഡ് ചെയ്യുക, അതിൽ നിന്ന് പർച്ചേസ് റിട്ടേൺ കുറയ്ക്കുക. ഇനി അതല്ല എങ്കിൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിന്റെ കൂടെ ക്ലോസിംഗ് സ്റ്റോക്ക് ആഡ് ചെയ്യുക, അതിൽ നിന്നും ഓപ്പണിംഗ് സ്റ്റോക്ക് കുറച്ചു കഴിഞ്ഞാൽ നെറ്റ് പർച്ചേസസ് കിട്ടും. ദെൻ പേയ്മെന്റ് ടു ക്രെഡിറ്റേഴ്സ്, അത് കിട്ടണമെങ്കിൽ ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് വരയ്ക്കണം. ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് അല്ലെങ്കിൽ ക്യാഷ് ആൻഡ് ബാങ്ക് അക്കൗണ്ട് സമ്മറിയോ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് പേയ്മെന്റ് ടു ക്രെഡിറ്റേഴ്സ് കിട്ടും. കളക്ഷൻ ഫ്രം ഡെപ്റ്റേഴ്സ്, ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് വരയ്ക്കോ അല്ലെങ്കിൽ ക്യാഷ് ആൻഡ് ബാങ്ക് സമ്മറിയോ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് കളക്ഷൻ ഫ്രം ഡെപ്റ്റേഴ്സ് കിട്ടും. ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ആയിരിക്കും, പക്ഷെ അത് ചെയ്യുമ്പോൾ വളരെ ഈസി ആയിരിക്കും. പിന്നെ ഇതെങ്ങനെയാണ് നമുക്ക് മിസ്സിംഗ് ഫിഗേഴ്സ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്ന് വെച്ച് കഴിഞ്ഞാൽ അസർട്ടൈൻ ടോട്ടൽ പർച്ചേസസ്, എങ്ങനെയാണ് ടോട്ടൽ പർച്ചേസ് കണ്ടുപിടിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ പർച്ചേസസ് ആർ കാൽക്കുലേറ്റഡ് ബൈ കമ്പൈനിങ് ക്യാഷ് ആൻഡ് ക്രെഡിറ്റ് പർച്ചേസ്. ക്രെഡിറ്റ് പർച്ചേസും ക്യാഷ് പർച്ചേസും കൂടെ കൂടിയതാണ് ടോട്ടൽ പർച്ചേസ് എന്ന് പറയുന്നത്. അപ്പോൾ ക്യാഷ് പർച്ചേസസ് ഈസ് നോട്ട് ഗിവൺ ഇൻ ദി ക്വസ്റ്റ്യൻ ക്യാൻ ബി അസർട്ടൈൻ ബൈ ബാലൻസിങ് ക്യാഷ് ബുക്ക്. എന്താണ്, നമുക്ക് ക്യാഷ് പർച്ചേസ് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാഷ് ബുക്ക് വെച്ചിട്ട് ക്യാഷ് പർച്ചേസ് കണ്ടുപിടിക്കാം. ദെൻ ക്രെഡിറ്റ് പർച്ചേസസ് ആർ കാൽക്കുലേറ്റഡ് ബൈ, ഇനി എങ്ങനെയാണ് ക്രെഡിറ്റ് പർച്ചേസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഒന്നെങ്കിൽ ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് വരയ്ക്കാം, അല്ലെങ്കിൽ ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടും ബിൽസ് പേബിൾ അക്കൗണ്ടും വരയ്ക്കാം. ഇത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ക്രെഡിറ്റ് പർച്ചേസ് കണ്ടുപിടിക്കാൻ പറ്റും. എന്താണ് ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട്? ഫോർ അസർട്ടൈനിങ് ദ എമൗണ്ട് ഓഫ് ക്രെഡിറ്റ് പർച്ചേസസ് ദ ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഷുഡ് ബി പ്രിപ്പയർഡ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്, ഒരു മാർക്കിന്റെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. അതായത് ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് എന്തിനു വേണ്ടി വരയ്ക്കുന്നതാണ്, അല്ലെങ്കിൽ ക്രെഡിറ്റ് പർച്ചേസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഏത് അക്കൗണ്ടാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്ന് ചിലപ്പോൾ ഒരു മാർക്കിന്റെ ക്വസ്റ്റ്യൻ ചോദിക്കാം. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഫോർ അസർട്ടൈനിങ് ദ എമൗണ്ട് ഓഫ് ക്രെഡിറ്റ് പർച്ചേസസ് ദ ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഷുഡ് ബി പ്രിപ്പയർഡ്. ഒറ്റ മാർക്കിന്റെ ചോദ്യം ചോദിക്കുക, അല്ലെങ്കിൽ ട്രൂ ആൻഡ് ഫോൾസ് ഇല്ലേ, അത് ആ ക്വസ്റ്റ്യനിൽ വരുന്ന ഒരു പോയിന്റ് ആട്ടോ ഇത്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചോ, അല്ലെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. Then the available information should be entered. Opening balance on the credit side, cash paid. അത് നമുക്കിപ്പം അതിനെ കുറച്ച് എക്സ്പ്ലനേഷൻ തന്നിരിക്കുന്നത് താഴത്തെ ആ ഫോർമാറ്റ് നോക്കിക്കോ. ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട്, അതിൽ ഫസ്റ്റ് സൈഡിലെ ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട്, അതായത് ക്യാഷ് ആയിട്ടോ ബാങ്ക് ആയിട്ടോ എന്തെങ്കിലും പേയ്മെന്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ അതാണ് ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട്. ദെൻ ഡിസ്കൗണ്ട് റിസീവ്ഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ദെൻ ബിൽസ് പേയബിള്, ദെൻ പർച്ചേസ് റിട്ടേൺ, ബാലൻസ് ക്യാരി ഡൗൺ. ഇത്രയും കാര്യങ്ങളാണ് ഡെബിറ്റ് സൈഡിൽ വരുന്നത്. ദെൻ ക്രെഡിറ്റ് സൈഡിൽ ബാലൻസ് ബ്രോഡ് ഡൗൺ, അതായത് ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിന്റെ ബാലൻസ് എത്രയാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കാണിക്കാം. ദെൻ ബിൽസ് പേയബിൾ ഡിസോണേഡ്, ബിൽസ് പേയബിൾ ഏതെങ്കിലും ഡിസോണർ ആയിട്ടുണ്ട് എങ്കിൽ അത് കാണിക്കാം. ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട്, അതായത് ബിൽസ് റിസീവബിൾ ഡിസോണർ ആയത് അത് എൻഡോഴ്സ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് വരയ്ക്കാം. ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിൽ കാണിക്കാം. ദെൻ അതായത് ഇപ്പൊ ഈ രണ്ട് സൈഡും ടാലി ചെയ്തതിന് ശേഷം ഇത് ടാലി ആയില്ല, അപ്പൊ അതിന്റെ ബാലൻസ് ഫിഗർ കാണിക്കുന്നത് ക്രെഡിറ്റ് പർച്ചേസ് ആണ്. നമ്മൾ ക്രെഡിറ്റ് പർച്ചേസ് അറിയാൻ വേണ്ടിയിട്ടാണ് ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് വരയ്ക്കേണ്ടത്. ഇനിയിപ്പോ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് വരയ്ക്കാൻ നേരത്ത് ക്രെഡിറ്റ് പർച്ചേസ് ഓൾറെഡി തന്നിട്ടുണ്ട്. ഇനി ഇതിൽ വേറെ ഏതെങ്കിലും ഒരു ഇൻഫർമേഷൻ, ഇപ്പൊ ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് അത് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് കണ്ടുപിടിക്കാനായിട്ടും വരയ്ക്കേണ്ടത് ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് തന്നെയാണ്. ഫോർമാറ്റ് ക്ലിയർ ആയോ? ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിനും ഡെബിറ്റേഴ്സ് അക്കൗണ്ടിനും ഈ ഫോർമാറ്റ് തന്നെയാണോ? അല്ലല്ല, ഡെപ്റ്റേഴ്സ് വേറെ ക്രെഡിറ്റേഴ്സ് വേറെ. ഡെപ്റ്റേഴ്സ് സെയിലിന്റെ ആണ്, ക്രെഡിറ്റേഴ്സ് പർച്ചേസിന്റെ ആണ്. ഓക്കെ, താഴെ തന്നിരിക്കുന്ന പ്രോബ്ലം നോക്കിക്കുക, അപ്പൊ മനസ്സിലാക്കും. ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ യു ആർ റിക്വയർഡ് ടു കാൽക്കുലേറ്റ് ടോട്ടൽ പർച്ചേസസ്. എന്താണ് നമ്മളോട് പറഞ്ഞിരിക്കുന്ന ടോട്ടൽ പർച്ചേസ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ക്യാഷ് പർച്ചേസസ് 1700 തന്നിട്ടുണ്ട്. ക്രെഡിറ്റേഴ്സ് ആസ് ഓൺ January 1, 2013 800 തന്നിട്ടുണ്ട്. ദെൻ ക്യാഷ് പെയ്ഡ് ടു ക്രെഡിറ്റേഴ്സ് 3100. പർച്ചേസ് റിട്ടേൺ തന്നിട്ടുണ്ട് 100. ക്രെഡിറ്റേഴ്സ് ആസ് ഓൺ December 31, 2013 1340 തന്നിട്ടുണ്ട്. നമുക്ക് ഇത്രയും ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? ടോട്ടൽ പർച്ചേസ് കണ്ടുപിടിക്കാനാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് വരച്ചു കഴിഞ്ഞാലാണ് ടോട്ടൽ ക്രെഡിറ്റ് പർച്ചേസ് എത്രയുണ്ടെന്ന് അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. സോ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം?
ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. ഡയറക്റ്റ് ആയിട്ട് ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനൊന്നും ചോദിക്കില്ല. ചോദിക്കുന്ന ഒന്നെങ്കിലും ടോട്ടൽ പർച്ചേസ് എത്രയാണെന്ന് കണ്ടുപിടിക്കാനായിരിക്കാം, അല്ലെങ്കിൽ ക്രെഡിറ്റ് പർച്ചേസ് കണ്ടുപിടിക്കാനായിരിക്കും ചോദിക്കുന്നത്. ഡയറക്റ്റ് ആയിട്ട് ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് വരയ്ക്കാനായിട്ട് ചോദിക്കില്ല. സോ നമുക്ക് തന്നിരിക്കുന്ന ക്യാഷ് പർച്ചേസ് ആണ്. ക്യാഷ് പർച്ചേസ് ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിൽ എഴുതേണ്ട കാര്യമില്ല. സോ നമുക്ക് ആ ഐറ്റം അങ്ങ് വിട്ടേക്കാം. സോ ക്രെഡിറ്റേഴ്സ് ആസ് ഓൺ January 1st, 2013 എന്താണ്? ഓപ്പണിംഗ് ബാലൻസ്. ഓപ്പണിംഗ് ബാലൻസ് ആണ് നമുക്ക് 800 തന്നിരിക്കുന്നത്. സോ നമുക്ക് ക്രെഡിറ്റ് സൈഡില് ബൈ ബാലൻസ് ബ്രോ ഡൗൺ എത്രയാണോ ബിഗിനിങ്ങിലെ ബാലൻസ് അത് കാണിക്കാനാണ് ബാലൻസ് ബ്രോ ഡൗൺ എന്ന് കാണിക്കുന്നത്. അപ്പൊ ബൈ ബാലൻസ് ബ്രോ ഡൗൺ എന്ന് പറഞ്ഞുകൊണ്ട് ക്രെഡിറ്റ് സൈഡിൽ 800 കാണിക്കുക. ദെൻ ക്യാഷ് പെയ്ഡ് ടു ക്രെഡിറ്റേഴ്സ്. ക്രെഡിറ്റേഴ്സിന് ക്യാഷ് കൊടുത്തു 3100 രൂപ. സോ അത് ഡെബിറ്റ് സൈഡിൽ കാണിക്കുക. ടു ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞ് 3100 കാണിക്കുക. പിന്നെ നമുക്ക് തന്നിരിക്കുന്ന പർച്ചേസ് റിട്ടേൺ ആണ് 100. സോ അത് നമ്മൾ ഡെബിറ്റ് സൈഡിൽ കാണിക്കുക. പർച്ചേസ് റിട്ടേൺ 100 കാണിക്കുക. പിന്നെ നമുക്ക് തന്നിരിക്കുന്ന ക്രെഡിറ്റേഴ്സ് ആസ് ഓൺ December 31st, 2013 എന്താണ്? ക്ലോസിംഗ് ബാലൻസ് ആണ്. ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിൽ ക്ലോസിംഗ് ബാലൻസ് ആണ് തന്നിരിക്കുന്നത് 1340. അപ്പൊ അത് ടു ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞ 1340 കാണിക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി ടോട്ടൽ ചെയ്യുക. അപ്പൊ 4540 നിന്ന് 800 ബാലൻസ് ചെയ്യുമ്പോൾ കിട്ടുന്ന എമൗണ്ട് ആണ് 3740. അതാണ് നമുക്ക് എന്താണ് ക്രെഡിറ്റ് പർച്ചേസ് അല്ലെങ്കിൽ പർച്ചേസ് മെയ്ഡ് ഡ്യൂറിങ് ദ ഇയർ. അതാണ് എന്ത് 3740. ഇത് വെച്ചിട്ട് നമുക്ക് എങ്ങനെയായിരിക്കും ടോട്ടൽ പർച്ചേസ് കിട്ടുന്നത്? ഇപ്പൊ ക്രെഡിറ്റ് പർച്ചേസ് കിട്ടി. ടോട്ടൽ പർച്ചേസിന്റെ ഇക്വേഷൻ ഞാൻ പറഞ്ഞിരുന്നു. എന്താണ്? ക്യാഷ് പർച്ചേസ് പ്ലസ് ക്രെഡിറ്റ് പർച്ചേസ് ആണ് ടോട്ടൽ പർച്ചേസ് എന്ന് പറയുന്നത്. ക്യാഷ് പർച്ചേസ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 1700. ക്രെഡിറ്റ് പർച്ചേസ് നമ്മളിപ്പോ കണ്ടുപിടിച്ചു 3740. അപ്പൊ ക്യാഷ് പർച്ചേസ് ഈ 1700ന്റെ കൂടെ ഈ 3740 കൂട്ടിയിട്ട് 5440 ആണ് നമ്മുടെ ടോട്ടൽ പർച്ചേസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ടോട്ടൽ പർച്ചേസ് അക്കൗണ്ട് അല്ല ടോട്ടൽ പർച്ചേസ് കണ്ടുപിടിക്കണം. ക്ലിയർ ആയോ? ദെൻ നമുക്ക് നെക്സ്റ്റ് പ്രിപ്പയർ ചെയ്യേണ്ടത് ഇത് വിശദീകരിക്കാവോ? ഏതാ മനസ്സിലാവാത്ത? ഇപ്പം ക്യാഷ് പർച്ചേസ് ക്യാഷ് കിട്ടി, പർച്ചേസ് റിട്ടേൺ കിട്ടി, ബാലൻസ് CD. അത് 4. അതായത് നമുക്ക് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഫസ്റ്റ് എഴുതേണ്ട ഐറ്റം ആണ് ബാലൻസ് ബ്രോഡ്. അതായത് ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിന്റെ ഓപ്പണിംഗ് ബാലൻസ് തന്നിട്ടുണ്ടെങ്കിൽ അത് ആദ്യം എടുത്ത് എഴുതുക. അത് നമുക്ക് തന്നിട്ടുണ്ട്. ക്രെഡിറ്റേഴ്സ് ആസ് ഓൺ January 1st, 2013 അതാണ് നമ്മുടെ ഓപ്പണിംഗ് ബാലൻസ്. അതാണ് ഇവിടെ ബാലൻസ് ബ്രോഡ് എന്ന് പറഞ്ഞ് ക്രെഡിറ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്നത്. ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിന്റെ ഓപ്പണിംഗ് ബാലൻസ് എപ്പോഴും ക്രെഡിറ്റ് സൈഡിലായിരിക്കും. സോ ബൈ ബാലൻസ് ബ്രോഡ് എന്ന് പറഞ്ഞ് ക്രെഡിറ്റ് സൈഡിൽ 800 രൂപ കാണിച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ ക്ലോസിംഗ് ബാലൻസ് കാണിച്ചിരിക്കുന്നത് ക്രെഡിറ്റേഴ്സ് ആസ് ഓൺ 31st, 2013 1340 നമ്മൾ ഡെബിറ്റ് സൈഡിലാണ് കാണിക്കുന്നത്. ഇതാണ് നമ്മൾ നെക്സ്റ്റ് ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുന്നത്. സോ ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ 1340 രൂപ ഡെബിറ്റ് സൈഡിൽ കാണിക്കുക. പിന്നെ നമുക്ക് ക്യാഷ് പെയ്ഡ് ടു ക്രെഡിറ്റേഴ്സ്, അതായത് ക്രെഡിറ്റേഴ്സിന് ക്യാഷ് കൊടുത്തു നമ്മള്. അപ്പൊ അതെന്താണ്? ഒന്നെങ്കിൽ അത് ക്യാഷ് ആയിട്ട് അല്ലെങ്കിൽ ബാങ്ക് ആയിട്ടായിരിക്കും കൊടുത്തിരിക്കുക. അപ്പൊ ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് 3100 കാണിക്കുക. നമുക്ക് കിട്ടേണ്ടത് ക്രെഡിറ്റ് പർച്ചേസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ പർച്ചേസ് റിട്ടേൺ കാണിക്കുക, ഡെബിറ്റ് സൈഡിൽ 100 കാണിക്കുക. അപ്പൊ ഇത്ര ഐറ്റം ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഈ ഐറ്റം വെച്ചിട്ട് നമ്മൾ ബാലൻസ് ചെയ്യുക. അപ്പൊ നമുക്കൊരു ഡിഫറൻസ് കിട്ടില്ലേ? ആ ഡിഫറൻസ് ആണ് നമുക്ക് ക്രെഡിറ്റ് പർച്ചേസ് എന്ന് പറയുന്നത്. ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിൽ ക്യാഷുമായിട്ട്, അതായത് ക്യാഷ് പർച്ചേസസ് ഒന്നും വരില്ല. ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് പർച്ചേസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ വരുള്ളൂ. സോ നമുക്ക് കിട്ടിയിരിക്കുന്ന ബാലൻസ് ആണ് ക്രെഡിറ്റ് പർച്ചേസ് എന്ന് പറയുന്നത്. ഈ ക്രെഡിറ്റ് പർച്ചേസ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരുന്ന ക്യാഷ് പർച്ചേസും ഇല്ലേ, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ടോട്ടൽ പർച്ചേസ് കിട്ടുന്നത്. ക്ലിയർ ആയോ? എന്തുമായിട്ടാ ബാലൻസ് ചെയ്യേണ്ടത്? അതായത് ഡെബിറ്റ് സൈഡ് ഇല്ലേ,
ഡെബിറ്റ് സൈഡ് എല്ലാം കൂടെ ആഡ് ചെയ്യുക. ഡെബിറ്റ് സൈഡ് എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 4540 കിട്ടും. 40 കിട്ടി. ഓക്കെ. ക്രെഡിറ്റ് സൈഡിൽ 800 അല്ലേ ഉള്ളൂ. അതെ. ഈ 4540 800 ബാലൻസ് ചെയ്യുക. അപ്പൊ കിട്ടുന്ന എമൗണ്ട് ഇല്ലേ, അതാണ് ക്രെഡിറ്റ് പർച്ചേസസ്. അവിടെ പർച്ചേസസ് മേഡ് ഡ്യൂറിംഗ് ദി ഇയർ എന്നേ എഴുതിയിട്ടുള്ളൂ, പക്ഷെ നമുക്ക് കിട്ടുന്ന എമൗണ്ട് ആണ് ക്രെഡിറ്റ് പർച്ചേസസ്. ഓക്കെ, ഓക്കെ ഓക്കെ, ക്ലിയർ ആയോ? ഇതിന്റെ കൂടെ ഇപ്പൊ നെക്സ്റ്റ് പേജിൽ നോക്കിക്കോ. ടോട്ടൽ പർച്ചേസസ് ഈക്വൽ ടു ക്യാഷ് പർച്ചേസസ് പ്ലസ് ക്രെഡിറ്റ് പർച്ചേസസ്. സോ നമുക്ക് ക്യാഷ് പർച്ചേസ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 1700 പ്ലസ് ഇപ്പൊ കണ്ടുപിടിച്ച ക്രെഡിറ്റ് പർച്ചേസ് 3740. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ടോട്ടൽ പർച്ചേസ്. ക്ലിയർ ആയോ? എല്ലാവർക്കും ക്ലിയർ ആയോ? ഷിൻഡോ, ആ ലതീഷയ്ക്കോ? കിട്ടിയോ? ഇല്ല, കിട്ടിയ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ട അക്കൗണ്ട് ആണ്. ഇത് ഞാൻ പ്രിപ്പയർ ചെയ്യിക്കാത്തത് നെക്സ്റ്റ് പ്രോബ്ലത്തിൽ രണ്ടും കൂടെ ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നുണ്ട്, അതുകൊണ്ടാട്ടോ ചെയ്യിക്കാത്തെ. ദെൻ കാൽക്കുലേഷൻ ഓഫ് ബിൽസ് പേബിൾ അക്സെപ്റ്റഡ്. എന്താണ് ബിൽസ് പേബിൾ അക്സെപ്റ്റഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ലൈക്ക് ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ആസ് എ ബിൽസ് പേബിൾ അക്കൗണ്ട്സ് ഈസ് ഡ്രോൺ അപ്പ് ഓൾ നോൺ ഫിഗേഴ്സ്. അതായത് ഓപ്പണിംഗ് ബാലൻസ്, ക്ലോസിംഗ് ബാലൻസ്, ബിൽസ് പേബിൾ ഓൺ ഡ്യൂറിംഗ് ദി ഇയർ is inserted in the account and the missing figure is derived. അതായത് നമുക്ക് തന്നിരിക്കുന്ന ബിൽസ് പേബിൾ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതെല്ലാം ഇതിലേക്ക് കാണിക്കുക, എന്നിട്ട് മിസ്സിംഗ് ആയിട്ടുള്ള ഫിഗർ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കണ്ടുപിടിക്കുക. ബൈ ബാലൻസ് ബ്രോഡ് ഔട്ട്, എത്രയാണോ ബിൽസ് പേബിൾ അക്കൗണ്ടിന്റെ ബാലൻസ് അത് ആദ്യം കാണിക്കുക. പിന്നെ ബിൽസ് പേബിൾ ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് ക്യാഷ് ആയിട്ടാണോ ബാങ്ക് ആയിട്ടാണോ കൊടുത്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ എമൗണ്ട് എത്രയാണെന്ന് കാണിക്കാം. ക്രെഡിറ്റേഴ്സ് ബിൽസ് പേബിൾ ഡിസോണർ ആയിട്ടുണ്ട് എങ്കിൽ ആ എമൗണ്ട് എത്രയാണെന്ന് വെച്ചാൽ അത് കാണിക്കാം. ദെൻ ക്ലോസിംഗ് ബിൽസ് പേബിൾ അക്കൗണ്ടിന്റെ ക്ലോസിംഗ് ബാലൻസ് എത്രയാണെന്ന് വെച്ചാൽ ബാലൻസ് ക്യാരിഡ് ഓൺ എന്ന് പറഞ്ഞ് കാണിക്കാം. എന്നിട്ട് ഇത് തമ്മിലുള്ള ഡിഫറൻസ് ബിൽസ് പേബിൾ അക്സെപ്റ്റഡ് എന്ന് പറഞ്ഞുകൊണ്ട് ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിൽ കാണിക്കാം. പറഞ്ഞു കഴിയുമ്പോൾ ഫോർമാറ്റ് നോക്കുമ്പോൾ ഒന്നും മനസ്സിലാവില്ല, പക്ഷെ നമുക്ക് ചെയ്യുമ്പോൾ മനസ്സിലാകും. നെക്സ്റ്റ് ഒരു ഇലിസ്ട്രേഷൻ തന്നിട്ടുണ്ട്, അതൊന്ന് നോക്കിക്കോളൂ. ആ പ്രോബ്ലം നമുക്ക് ചെയ്യാം. 6 ആണോ? 6. ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ കാൽക്കുലേറ്റ് ദ ടോട്ടൽ പർച്ചേസ്. ഇതിൽ നമ്മളോട് ടോട്ടൽ പർച്ചേസ് കാൽക്കുലേറ്റ് ചെയ്യാനാ പറഞ്ഞിട്ടുള്ളൂ. കുറച്ച് ഇൻഫർമേഷൻ തന്നിട്ട് ഇതിൽ ഓപ്പണിംഗ് ബാലൻസസ് ഓഫ് ബിൽസ് പേബിളിന്റെ ഓപ്പണിംഗ് ബാലൻസ് തന്നിട്ടുണ്ട് 15000. പിന്നെ നമുക്ക് ക്രെഡിറ്റേഴ്സിന്റെ ഓപ്പണിംഗ് ബാലൻസ് തന്നിട്ടുണ്ട് 18000. പിന്നെ നമുക്ക് ക്ലോസിംഗ് ബാലൻസ് ബിൽസ് പേബിളിന്റെ 21000 തന്നിട്ടുണ്ട്, ക്രെഡിറ്റേഴ്സിന്റെ 12000 തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് അപ്പോഴേ നമുക്ക് ഊഹിക്കാം, ഒന്ന് ബിൽസ് പേബിൾ അക്കൗണ്ടും വരയ്ക്കണം, നമുക്ക് ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടും വരയ്ക്കണം എന്ന് ഊഹിക്കാം. ദെൻ ക്യാഷ് പെയ്ഡ് ടു ക്രെഡിറ്റേഴ്സ് ഡ്യൂറിംഗ് ദ ഇയർ. അപ്പൊ നമുക്ക് 90 600 തന്നിട്ടുണ്ട്. പിന്നെ ബിൽസ് പേബിൾ ഡിസ്ചാർജ് ചെയ്ത എമൗണ്ട് തന്നിട്ടുണ്ട് 26,700. ദെൻ പർച്ചേസ് റിട്ടേൺ തന്നിട്ടുണ്ട് 3600. ഇതിന്റെ കൂടെ അഡീഷണൽ ആയിട്ട് ക്യാഷ് പർച്ചേസ് തന്നിട്ടുണ്ട് 77,400. ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ബിൽസ് പേബിൾ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം, ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. ഇത് രണ്ടും പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒന്ന് നമുക്ക് ടോട്ടൽ ക്രെഡിറ്റേഴ്സ് എത്രയാണെന്ന് കിട്ടും. അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക. അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ക്രെഡിറ്റ് പർച്ചേസ് കണ്ടുപിടിക്കുക. അപ്പൊ അത് ക്യാഷ് പർച്ചേസും ക്രെഡിറ്റ് പർച്ചേസും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് ടോട്ടൽ പർച്ചേസ് കിട്ടും. ഈ ബിൽസ് പേയബിളിന്റെയും ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിന്റെയും 2 അക്കൗണ്ട് വരയ്ക്കാമോ? എഴുതാനുള്ള ഗ്യാപ്പ് വിട്ടിട്ട് വേണട്ടോ 2 അക്കൗണ്ട് വരയ്ക്കാനായിട്ട്. ബിൽസ് പേയബിൾ അക്കൗണ്ടും ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടും രണ്ടും ഒരുമിച്ച് വരയ്ക്കണം. ഒരുമിച്ച് വരയ്ക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 സെപ്പറേറ്റ് അല്ലേ? സെപ്പറേറ്റ് അക്കൗണ്ട്, അതായത് എഴുതുമ്പോൾ ഒരുമിച്ച് എഴുതാൻ വേണ്ടിയിട്ടാണ് 2 ഒരുമിച്ച് വരയ്ക്കാൻ പറഞ്ഞത്. ഓക്കെ.
വരച്ചോ? വരച്ചിട്ടുണ്ട്. ബിൽസ് പേയബിൾ അക്കൗണ്ട് എന്ന് ഹെഡിങ് കൊടുക്കുക, ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് എന്ന് ഹെഡിങ് കൊടുക്കുക. ടോട്ടൽ ക്രെഡിറ്റ് കൊടുത്തോ? കോസ്റ്റിൽ നമുക്ക് ഫസ്റ്റ് ആയിട്ട് തന്നിരിക്കുന്നത് ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ബിൽസ് പേയബിൾ. അപ്പൊ നമ്മൾ ബിൽസ് പേയബിൾ അക്കൗണ്ടിന്റെ ഓപ്പണിംഗ് ബാലൻസ്, അതായത് ബിൽസ് പേയബിളിന്റെ ക്രെഡിറ്റ് സൈഡിൽ, ബിൽസ് പേയബിൾ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ ബൈ ബാലൻസ് ബ്രോഡ് ഓൺ എന്ന് പറഞ്ഞു 15,000 കാണിക്കുക. നമുക്ക് കോസ്റ്റിൽ ഫസ്റ്റ് ആയിട്ട് ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ബിൽസ് പേയബിൾ 15,000 ആണ്. സോ നമ്മൾ ബിൽസ് പേയബിൾ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ ബൈ ബാലൻസ് ബ്രോഡ് ഓൺ എന്നും പറഞ്ഞുകൊണ്ട് 15,000 കാണിക്കുക. ഓക്കെ. കാട്ട് ചെയ്യാം. കാണിച്ചു. ഓക്കെ, ഇനി ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്രെഡിറ്റേഴ്സ്. നെക്സ്റ്റ് ഐറ്റം ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്രെഡിറ്റേഴ്സ് ആണ്. അപ്പൊ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡില് ബൈ ബാലൻസ് ബ്രോഡ് ഓൺ എന്ന് പറഞ്ഞുകൊണ്ട് 18,000 കാണിക്കാം. കുറച്ച് സ്പീഡിൽ എഴുതിക്കോട്ടോ. ഓക്കെ. ദെൻ ക്ലോസിംഗ് ബാലൻസ് ഓഫ് ബിൽസ് പേയബിൾ. ബിൽസ് പേയബിളിന്റെ ക്ലോസിംഗ് ബാലൻസ് അത് നമുക്ക് ലാസ്റ്റ് എഴുതാം. അതുപോലെ തന്നെ ക്രെഡിറ്റേഴ്സിന്റെ ലാസ്റ്റ് എഴുതാം. ക്യാഷ് പെയ്ഡ് ടു ക്രെഡിറ്റേഴ്സ് ഡ്യൂറിംഗ് ദ ഇയർ. അതായത് ഈ വർഷം ക്രെഡിറ്റേഴ്സിന് ക്യാഷ് പേ ചെയ്തു ഒരു 90-600. അത് ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡില് ടു ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞ് 90-600 കാണിക്കുക. ക്രെഡിറ്റേഴ്സിന് ക്യാഷ് പേ ചെയ്ത് ഒന്ന് ക്യാഷ് ആയിട്ടോ ബാങ്ക് ആയിട്ടോ ആയിരിക്കാം. അപ്പൊ ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡില് ടു ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞ് 90-600 കാണിക്കുക. ഓക്കെ. ഇനി ബിൽസ് പേയബിൾ ഡിസ്ചാർജ് ചെയ്തു. ബിൽസ് പേയബിൾ ഡിസ്ചാർജ് ചെയ്തത് ഒന്ന് ക്യാഷ് ആയിട്ടോ ആയിരിക്കാം അല്ലെങ്കിൽ ബാങ്ക് ആയിട്ടോ ആയിരിക്കാം. സോ ആ എമൗണ്ട് ബിൽസ് പേയബിൾ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡില് ടു ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞ് കാണിക്കുക. 26,700. അക്കൗണ്ടിന്റെ ബിൽസ് പേയബിൾ അക്കൗണ്ടിന്റെ നമ്മൾക്ക് ക്വസ്റ്റ്യൻ തന്നെങ്ങനെ ബിൽസ് പേയബിൾ ഡിസ്ചാർജ് ചെയ്തു എന്നല്ലേ. അപ്പൊ ബിൽസ് പേയബിൾ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡില് ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞ് 26,700 കാണിക്കുക. 26,700. പിന്നെ നെക്സ്റ്റ് പർച്ചേസ് റിട്ടേൺ ആണ് തന്നിരിക്കുന്നത് 3,600. നമുക്കറിയാം പർച്ചേസിന്റെ ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിലാണ് വരുന്നത്. സോ ഡെബിറ്റ് സൈഡില് ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡില് പർച്ചേസ് റിട്ടേൺ എന്ന് പറഞ്ഞ് 3,600 കാണിക്കുക. സോ ഇനി നമുക്ക് ക്ലോസിംഗ് ബാലൻസ് എഴുതാം. ആദ്യം നമുക്ക് ബിൽസ് പേയബിളിന്റെ ക്ലോസിംഗ് ബാലൻസ് എഴുതാം. ക്ലോസിംഗ് ബാലൻസ് ഓഫ് ബിൽസ് പേയബിൾ എന്ന് പറഞ്ഞുകൊണ്ട് ബിൽസ് പേയബിൾ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ ടു ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞ് 21,000 കാണിക്കുക. ബാലൻസ് ക്യാരി ഡൗൺ അല്ലേ? എന്നിട്ട് അത് ബാലൻസ് ചെയ്യുക. 26,700-ഉം 21,000 കൂടെ ആഡ് ചെയ്യുക. എന്നിട്ട് അത് ഡെബിറ്റ് സൈഡ് ആഡ് ചെയ്യുക. അപ്പൊ 47,700 കിട്ടും. അതിൽ നിന്ന് നമുക്ക് ക്രെഡിറ്റ് സൈഡ്, അതായത് നമുക്ക് ക്രെഡിറ്റ് സൈഡിൽ ആകെ ഒരു ഐറ്റം ഉള്ളൂ, ബാലൻസ് ബ്രോഡ് ഓൺ എന്ന് പറയുന്നത്. അത് ലെസ് ചെയ്യുക. 47,700 ന്ന് ഈ 15,000 കുറയ്ക്കുക. അല്ല, നമുക്ക് ഈ ബിൽ പേയബിൾ അക്കൗണ്ടിലെ ക്യാഷ് നമ്മൾ കാണിക്കുന്നത് 18,000 കാണിക്കാനല്ലേ അവിടുന്ന്? ക്യാഷ് അത് അല്ല. ക്രെഡിറ്റ് അത് ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിന്റെ ഓപ്പണിംഗ് ബാലൻസ് അല്ലേ? ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിന്റെ ഓപ്പണിംഗ് ബാലൻസ് ആണ് 18,000. 18,000 കാണിക്കാൻ പറഞ്ഞു. ഞാൻ ബിൽസ് പേയബിൾ അക്കൗണ്ട് ബാലൻസ് ചെയ്യാനാ പറഞ്ഞത്. 47,700 15,000 ലെസ് ചെയ്യുമ്പോഴാണ് 32,700 കിട്ടുന്നത് അല്ലെ? അതാണ് ക്രെഡിറ്റ് ബൈ ക്രെഡിറ്റേഴ്സ് ബിഗിനിങ്. അതാണ് ബൈ ക്രെഡിറ്റേഴ്സ്, അതായത് ബിൽസ് പേയബിൾ അക്സെപ്റ്റഡ്, അതാണ് നമുക്ക് കിട്ടുന്നത്. ബിൽസ് പേയബിൾ അക്സെപ്റ്റഡ്. 47 നമുക്ക് എങ്ങനെ കിട്ടുന്നത്? 26,700 ഇല്ലേ?
ബിൽസ് പേബിൾ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡ് നോക്കൂ, 26,700 നമ്മൾ ബിൽസ് പേബിളില് ക്യാഷ് ഓർ ബാങ്ക് എന്ന് പറഞ്ഞ് കാണിച്ചിട്ടില്ലേ? ഓ ദെൻ ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞ് 21,000 കാണിച്ചില്ലേ? അത് രണ്ടും ആഡ് ചെയ്യണം അല്ലേ? അത് രണ്ടും കൂടെ ആഡ് ചെയ്യാം. ബിൽസ് ആക്സെപ്റ്റഡ് എന്നാണ് എഴുതണ്ടേ മാം? ബിൽസ് പേബിൾ അക്സെപ്റ്റഡ് എന്ന് എഴുതിക്കോ. പേയബിൾ. എന്നിട്ട് ബ്രാക്കറ്റില് BF എന്ന് എഴുതിക്കോട്ടെ. അതായത് മനസ്സിലാവുന്ന രീതിയിൽ ബാലൻസിങ് ഫിഗർ എന്ന് എഴുതിക്കോ. PF അല്ലേ? BF. ക്വസ്റ്റ്യൻ മനസ്സിലായോ? 47,700 നിന്ന് 15,000 കുറയ്ക്കണം. ആ. ഓക്കെ, അത് മനസ്സിലായി. അത്രയും 32,700 കിട്ടിയില്ലേ? ഉവ്വ. ഇനി രണ്ട് സൈഡ് ഒരേപോലെ തന്നെ എഴുതണം കേട്ടോ. 47,700 ഉവ്വ. ഓക്കെ. ഇനി നമുക്ക് ആ കിട്ടിയ എമൗണ്ട് ആണ് ടോട്ടൽ ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് എഴുതുക. ബൈ ടോട്ടൽ ക്രെഡിറ്റേഴ്സ് ജസ്റ്റ് ബിൽസ് പേബിൾ അക്സെപ്റ്റഡ് എന്ന് എഴുതുക. ബ്രാക്കറ്റിലോ അല്ലെങ്കിൽ അതിന്റെ ഒരു കോമ ഇട്ട് എഴുതിയാലോ മതി. ബിൽസ് പേബിൾ അക്സെപ്റ്റഡ്. ഇത് മറ്റേ അക്കൗണ്ടിലാണോ? ആ, ബിൽസ് പേബിൾ അക്കൗണ്ടിന്റെ ബാലൻസ് നമ്മൾ കണ്ടുപിടിച്ചില്ലേ ഇപ്പം 32,700. ആ, അതിന്റെ നേരെ എഴുതാനാ ആ. പറഞ്ഞത്. ടോട്ടൽ ക്രെഡിറ്റേഴ്സ് ദെൻ ബിൽസ് പേബിൾ അക്സെപ്റ്റഡ് എന്ന് പറഞ്ഞ് എന്നിട്ട് ജസ്റ്റ് ബ്രാക്കറ്റിൽ ബാലൻസിങ് ഫിഗർ എന്നൊന്ന് കാണിച്ചേക്കുക. ഷിൻഡ് എഴുതുന്നുണ്ടോ? സോ നമുക്ക് ഈ കിട്ടിയ എമൗണ്ട് ഈ 32,700 ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കുക. ഇപ്പൊ കിട്ടിയ ഈ 32,700 ടോട്ടൽ ക്രെഡിറ്റേഴ്സ് കിട്ടിയില്ലേ? ബിൽസ് പേബിൾ അക്സെപ്റ്റഡ്. ഈ 32,700 നമ്മൾ ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിലെ ബിൽസ് പേബിൾ എന്നും പറഞ്ഞ് കാണിക്കുക. ബിൽസ് പേയബിൾ. ആ, അതായത് ബിൽസ് പേബിൾ അക്കൗണ്ടിന്റെ ബാലൻസ് ഫിഗർ ആണല്ലോ കിട്ടിയത്. ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട്, ടോട്ടൽ ക്രെഡിറ്റേഴ്സ്. സോ ആ എമൗണ്ട് ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിലെ ബിൽസ് പേബിൾ എന്ന് പറഞ്ഞ് ഡെബിറ്റ് സൈഡിൽ 32,700 കാണിക്കുക. ഓ ഓ, ക്ലിയർ ആയോ? ഓക്കെ. ഇനി നമ്മൾ എഴുതാനുള്ള ഒരു ഐറ്റം ആണ് ക്ലോസിംഗ് ബാലൻസ് ഓഫ് ക്രെഡിറ്റേഴ്സ്. ക്രെഡിറ്റേഴ്സിന്റെ ക്ലോസിംഗ് ബാലൻസ്. ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ട് 12,000 ഉണ്ട്. അത് ഈ ബിൽസ് പേയ്മെന്റ് തൊട്ട് താഴെ ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞ് 12,000 കാണിക്കുക. ഇതെല്ലാം ആഡ് ചെയ്യണം. എന്നിട്ട് ഇതെല്ലാം കൂടെ ആഡ് ചെയ്യും. നിങ്ങൾ അങ്ങ് ചെയ്ത് വെച്ചേരെ കേട്ടോ. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ 1,38,900 കിട്ടും. അതിൽ നിന്ന് ഈ 18,000 ബാലൻസ് ബ്രോഡൗൺ എന്ന് പറഞ്ഞ് എഴുതിയേക്കുന്ന ഈ 18,000 ലെസ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ കിട്ടുന്ന എമൗണ്ട് ആണ് 1,20,900 എന്ന് പറയുന്നത്. അതായത് ബൈ പർച്ചേസസ്ന്നോ അല്ലെങ്കിൽ ക്രെഡിറ്റ് പർച്ചേസിന് എഴുതിയാലും മതി. ജസ്റ്റ് ബ്രാക്കറ്റിൽ ബാലൻസിങ് ഫിഗർ എന്നൊന്ന് കാണിച്ചേക്കണം. ആ കിട്ടിയ എമൗണ്ട് ആണ് നമുക്ക് ക്രെഡിറ്റ് പർച്ചേസ്. പിന്നെ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്ന ടോട്ടൽ പർച്ചേസാ. അപ്പൊ ഇക്വേഷൻ എഴുതുക. ടോട്ടൽ പർച്ചേസ് ഈക്വൽ ടു ക്യാഷ് പർച്ചേസ് പ്ലസ് ക്രെഡിറ്റ് പർച്ചേസസ്. അതിൽ സ്പെല്ലിംഗ് ഒക്കെ തെറ്റാട്ടോ, ജസ്റ്റ് നോക്കിക്കോണം. ക്യാഷ് പർച്ചേസസ് പ്ലസ് ക്രെഡിറ്റ് പർച്ചേസ് എന്ന് എഴുതുക. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ക്യാഷ് പർച്ചേസ് 77,400 ആണ്. ആ 77,400 കാണിക്കുക. പ്ലസ് ക്രെഡിറ്റ് പർച്ചേസ് നമ്മൾ കണ്ടുപിടിച്ചു 1,20,900. 1,20,900 ഇതിന്റെ കൂടെ ആഡ് ചെയ്യുമ്പോൾ 1,98,300 കിട്ടും. അതാണ് ടോട്ടൽ പർച്ചേസസ് എന്ന് പറയുന്നത്. ഇത് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. എന്നിട്ട് ചെയ്ത് നോക്കിയിട്ട് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ നാളെ എന്നോട് ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, താങ്ക് യു. ഓക്കെ മാം. താങ്ക് യു മാം. ഓക്കെ.